ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നഖശിഖാന്തം എതിർക്കുന്നത് എന്ന് പലരും ഞങ്ങളോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുന്നവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും മാത്രമല്ല, ആദ്യകാലത്തൊക്കെ സംഘികളും ഈ ചോദ്യം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഓൺലൈനിലൂടെ മാത്രം പരിചയമുള്ള ചില സംഘികളായ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. സംഘപരിവാർ പോലും ഇത്ര ശക്തിയായി ഇസ്ലാമിനെ എതിർക്കുന്നില്ലല്ലോ, നിങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ എതിർക്കുന്നതെന്ന്. മുസ്ലിങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ ശാരീരികമായി ഞങ്ങൾ എതിർക്കുമെന്നല്ലാതെ ആശയതലത്തിൽ നിങ്ങളെപ്പോലെ ശക്തിമുക്തായി ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പല സംഘികളും. അതുപോലെ തന്നെ ദളിത് ആക്ടിവിസ്റ്റുകളും എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്, മുസ്ലിങ്ങളും ന്യൂനപക്ഷമാണ്, ദളിതുകളാണെങ്കിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ദളിത് ഐക്യമല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഈ മൂന്ന് കൂട്ടരും ഹിന്ദുത്വ ഭീകരരുടെ കീഴിലേക്ക് പോയില്ലേ? അത് തിരിച്ചറിയാനുള്ള ബുദ്ധി അനിലിനില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഒരു സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ദളിത് ആക്ടിവിസ്റ്റുകളായ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഇക്കാര്യം എന്നോട് ചോദിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ഒരു പോരാട്ടവും ഇല്ല. കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെപ്പോലെ തന്നെ ജഡരക്തങ്ങളുള്ള മനുഷ്യരാണ്, ഞങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരുമായി ഞങ്ങൾക്ക് പോരാട്ടമില്ല. എന്നാൽ മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്ന ഇസ്ലാം എന്ന ഐഡിയോളജിക്കെതിരെ, ഇസ്ലാമിനകത്തുള്ള അള്ളാഹു എന്ന പൈശാചിക ശക്തിക്കെതിരെ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പോരാട്ടവുമല്ല. ഇസ്ലാം എന്ന ഐഡിയോളജി രൂപം കൊണ്ട കാലം മുതലേയുള്ള തലമുറയായി നീണ്ടു നിൽക്കുന്ന പോരാട്ടമാണത്. ഈ തലമുറയിൽ ഞങ്ങൾ ആ പോരാട്ടം തുടർന്നുകൊണ്ടു പോകുന്നു എന്നേ ഉള്ളൂ. ഇസ്ലാം എന്ന ഐഡിയോളജിക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കും വേണ്ടി കൂടിയാണ്. അത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കും വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞത്. ഹാക്ക് ചെയ്യപ്പെട്ട ഞങ്ങളുടെ പഴയ ചാനലിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. ഒരു പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നാൽ അതിൻ്റെ ദോഷം അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളുമായ മുസ്ലിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ വീഡിയോയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അഫ്ഗാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൂടി ചിലത് പറയാം. അതുമാത്രമല്ല, ഞങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇത്ര ശക്തിമത്തായി എതിർക്കുന്നു എന്നുള്ളതും പറയാം. അതിനു മുമ്പ് ആ പഴയ വീഡിയോയുടെ ഒരു ഭാഗം നമുക്കിപ്പോൾ ഒന്ന് കേട്ടുനോക്കാം. ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുന്നതേ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ്. ഈ മുസ്ലിങ്ങളെ എന്ന് ഞാൻ പറഞ്ഞത് ഹാരിസ് മദനിയെ പോലെയോ മുഹമ്മദ് ഈസയെ പോലെയുള്ളവരെ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ ഇതിനകത്ത്, മതപണ്ഡിതന്മാരും അല്ലാത്ത ഉസ്താദുമാര് പറയുന്നത് കേട്ട് മാത്രം മതം മനസ്സിലാക്കി സ്വന്തമായി ഒരു ഹദീസ് പോലും വായിച്ചു നോക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഭാവിയിൽ ഒരു ഇസ്ലാമിക രാജ്യമായി എന്ന് വെച്ചോ, അങ്ങനെ ആയെന്ന് വെച്ചോ, എങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ അവരായിരിക്കും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമേജുകൾ തരാം, നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ ഫോട്ടോകള് 1960കളിലെയും 70കളിലെയും 80കളിലെയും ഫോട്ടോകളാണ്. ആ കാലഘട്ടത്തിൽ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഇത് ഏത് രാജ്യത്തിലെ സ്ത്രീകളാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഏത് രാജ്യത്തിലെ സ്ത്രീകളാണിത്?
നിങ്ങൾ നോക്കൂ, ഈ സ്ത്രീകൾ വളരെ സന്തോഷവതികളായിരിക്കുന്നു. അവർ സന്തോഷത്തോടുകൂടെ പഠിക്കാൻ പോകുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, പിന്നെ സ്പോർട്സിൽ ഏർപ്പെട്ടവരുണ്ട്. പല പല വെറൈറ്റി ആയിട്ടാണ്, പല സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1960-70കളിലൊക്കെ ഇന്ത്യയിൽ പോലും സ്ത്രീകൾ ഈ ലെവലിൽ എത്തിയിട്ടില്ല എന്ന് ഓർക്കണം. അത് അത്രയും പുരോഗതിയിലാണ് ആ രാജ്യത്ത് ഈ സ്ത്രീകളുള്ളത്. അപ്പൊ ഇതേത് നാട്ടിലെ സ്ത്രീകളാണ്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിക വാർത്തകൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫോട്ടോകളൊക്കെ സുപരിചിതമായിരിക്കും. അവർക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും ഇതേത് രാജ്യത്തിലെ സ്ത്രീകളാണെന്നുള്ളത്. അല്ലാത്തവർക്ക് ഇതേത് രാജ്യത്തിലെ സ്ത്രീകളാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. നിങ്ങളിത് തല പോയിക്കേണ്ടി വരും. തല പോയിച്ചാൽ തന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ കാര്യം പറയാം, നിങ്ങൾ അധികം കഷ്ടപ്പെടണ്ട, തല പോയിച്ച് കഷ്ടപ്പെടണ്ട. ഞാൻ കാര്യം പറയാം. ഇത് 1960, 70, 80 കാലഘട്ടത്തിലെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അന്ന് അവർക്ക് ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം നിർബന്ധിതമായിരുന്നു. അന്ന് അഫ്ഗാൻ സ്ത്രീകൾ ടീച്ചർമാരായി, ഡോക്ടർമാരായൊക്കെ ജോലി ചെയ്തിരുന്നു. ശാസ്ത്ര ഗവേഷകരായി പലരും ഉണ്ടായിരുന്നു. പഠിക്കാനും ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എയർ ഹോസ്റ്റസുമാരും പൈലറ്റുമാരുമായി അഫ്ഗാൻ സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവരന്ന് ആരുടെയും അടിമകളായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ പാട്ടും നൃത്തവും സംഗീതവും ഒക്കെ ഉണ്ടായിരുന്നു. സന്തോഷകരമായിട്ടുള്ളൊരു കാലമായിരുന്നു അത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നെറ്റി പരിചയപ്പോൾ കിട്ടിയ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. പ്രശസ്ത അഫ്ഗാൻ കവിയായിരുന്ന റൂമി ഫാൽക്കി എഴുതിയ ഒരു ഗാനം ചില പഷ്തൂൺ സ്ത്രീകൾ ആലപിക്കുന്ന വീഡിയോ ആണ് ഇത്. ഒന്ന് കണ്ടു നോക്കൂ. ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലുള്ള ജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇത്ര സന്തോഷവതികളായി ജീവിച്ചിരുന്നവരാണ്. അപ്പൊ ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അന്നും അഫ്ഗാനിസ്ഥാനിൽ മതം ഇസ്ലാം തന്നെ ആയിരുന്നില്ലേ എന്ന്. ശരിയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയാമോ? മതം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ പിടിമുറുക്കിയിരുന്നില്ല. മതവിശ്വാസികളൊക്കെ തന്നെ ശരി, പക്ഷെ യഥാർത്ഥ മുഹമ്മദൊക്കെ കാണിച്ചു കൊടുത്ത ആ യഥാർത്ഥ ഇസ്ലാം ഉണ്ടല്ലോ, വെള്ളം ചേർക്കാത്ത ഇസ്ലാം, ആ ഇസ്ലാം ആയിരുന്നില്ല അവിടെ. അങ്ങനെയുള്ളതല്ല, അത് ഡൈല്യൂട്ട് ചെയ്ത ഇസ്ലാമാണ്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു ഡൈല്യൂട്ട് ചെയ്ത ഇസ്ലാം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നതോടുകൂടെ അവിടെയുള്ള പലരുടെയും ജീവിതം മതത്തിൽ നിന്ന് കുറേയും കൂടി വിമുക്തമാക്കപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു. സാമൂഹിക ജീവിതത്തിൽ മതം ഓരോരുത്തരുടെ വ്യക്തിപരമായ അവന്റെ ഉള്ളിൽ അവന് മാത്രം വിശ്വാസമുള്ള കാര്യമായിരുന്നു. അതിന് പുറത്തത് സമൂഹത്തിൽ അതിന് വലിയ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യമോ ഉണ്ടായിരുന്നില്ല. മതം ഒരിക്കലും ഇവരുടെ ജീവിതങ്ങളിൽ പിടിമുറുക്കിയിരുന്നുമില്ല. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരുടെ മേലേക്കാണ് ഒരു ഇടുത്തി പോലെ താലിബാൻ വരുന്നത്. മദ്രസ വിദ്യാർത്ഥികളായിരുന്നു താലിബാൻ. താലിബാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിദ്യാർത്ഥി എന്നാണ്. സെക്കുലർ വിദ്യാർത്ഥികളെ അല്ല, ഈ മദ്രസ വിദ്യാർത്ഥികളെ. താലിബാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ താലിബാൻ ആദ്യം ചെയ്തത് പെൺകുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളെല്ലാം, അതായത് ഗേൾസ് സ്കൂളുകളും വിമൻസ് കോളേജുകളും അടച്ചുപൂട്ടുക എന്നതായിരുന്നു. അതാണ് ആദ്യം ചെയ്തത്. പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ തെരുവിൽ വെച്ച് തന്നെ ചാട്ടവാറിനടിക്കുമായിരുന്നു. പുറത്തു പോയിട്ട് എന്തെങ്കിലും പണി ചെയ്യുന്നതിൽ നിന്ന് സ്ത്രീകളെ വിലക്കി. അതുകൊണ്ട് തന്നെ ഡോക്ടർമാര്, ടീച്ചർമാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വന്നു. ഒരു പുറത്തു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സംഗീത കാസറ്റുകൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തി. ജീവിതത്തിലൊരു സന്തോഷവും ഉണ്ടാകുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, സംഗീതങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം, അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ ഹറാമാണത്രേ, അള്ളാഹുവിന് ഇതൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പട്ടം പറത്തല്, പ്രാവ് വളർത്തല്, ഇതും ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ, അതൊക്കെ നിഷേധിച്ചു, പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ താടി വളർത്തുന്നത് നിർബന്ധമാക്കി. അതായത്
ഹോർമോൺ തകരാറ് മൂലമൊക്കെ 20, 21 അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആയിട്ട് ശരിയായിട്ട് താടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ താടി പഠിച്ചതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ വെച്ച്, പരസ്യമായി തെരുവിൽ വെച്ച് ചാട്ടവാറിനടിക്കുന്നത് ആ കാലത്ത് അഫ്ഗാൻ തെരുവുകളിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. മതം ജീവിതത്തിന്റെ മേൽ പിടിമുറുക്കി കഴിഞ്ഞപ്പോ ആ പാവങ്ങൾ മനസ്സിലാക്കി മുഹമ്മദ് പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ള സത്യം. അതുവരെ അവർക്ക് അറിയില്ലായിരുന്നു. ഇന്നിവിടെ പലരും പറയുന്നത് പോലെ ഇസ്ലാം മനോഹരമാണ്, മഹത്തരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ടീമുകളാണ്. പക്ഷെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവര് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർക്ക് പിടികിട്ടി ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊള്ളയായ സ്വപ്നങ്ങളായിരുന്നുവെന്ന്. അവിടുത്തെ സ്ത്രീകളുടെ ജീവിതമൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമായി. അന്യപുരുഷന്മാരോട് മിണ്ടാൻ പാടില്ല, സ്ത്രീകൾ മുഖം മറയ്ക്കണം. കേവലം മുഖം മറയ്ക്കലല്ല, കാണുന്നില്ലേ, ചാക്കുകെട്ടിനകത്ത്, അക്ഷരാർത്ഥത്തിൽ തന്നെ ചാക്കുകെട്ടിനകത്ത് കയറിയതുപോലെ നടക്കേണ്ടി വരികയാണ്. എങ്ങനെ നടന്നിരുന്നവരാണെന്ന് ഓർത്തോളണം. അതിനു മുമ്പ് നമ്മൾ കണ്ടല്ലോ പഴയ ഫോട്ടോസൊക്കെ കണ്ടല്ലോ, സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന സ്ത്രീകൾ ഇപ്പൊ ചാക്കിനകത്ത് കയറുന്ന സ്ഥിതി വന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് ആയിഷ ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആയിഷ ബീബി 14-ാം വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇവള്. അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു താലിബാൻ അനുഭാവിയാണ്. അയാൾ വന്നിട്ട് ഇവളുടെ പിതാവിനോട് ഇവളെ വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ 14 വയസ്സല്ലേ ഉള്ളൂ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിനകത്ത് യഥാർത്ഥ ഇസ്ലാം വരുമ്പോൾ അവിടെ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയാണ്. മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃക എന്താണ്? 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുഞ്ഞിനെ വിവാഹം കഴിക്കാം. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് 8 വയസ്സും 10 മാസവും പ്രായമുള്ള സമയത്ത് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാം. ഈ 8 വയസ്സും 10 മാസം വരെയുള്ള പ്രായത്തിൽ ആ സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിലും അതിനു മുമ്പ് ലൈംഗിക ബന്ധം ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഓർക്കണം. ഹാരിസ് മദനിക്കുള്ള മറുപടി വീഡിയോയുടെ 7ാമത്തെ വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ ഇതൊക്കെയാണ് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്ത മാതൃക. ഈ മാതൃകയാണ് അവർ പിൻപറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 14 വയസ്സെന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ കൂടുതൽ പ്രായമാണ്. അപ്പൊ ആ പ്രായത്തിൽ അവളുടെ കല്യാണം കഴിഞ്ഞു. എന്നാൽ ഭർത്തൃ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അവൾക്കവിടെ ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത്. അവള് ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. പലപ്പോഴും രാത്രി ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ ഭർത്തൃ വീട്ടുകാരെ വീടിന് പുറത്താക്കി വാലടയ്ക്കും. പിന്നെ തൊഴുത്തിൽ കന്നുകാലികളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന വൈക്കോലൊക്കെ വിരിച്ച്, വൈക്കോലൊക്കെ വിരിച്ച് അതിന്റെ മുകളിലാണ് ചാക്കൊക്കെ വിരിച്ച് അവള് കിടന്നിരുന്നത്. അങ്ങനെ ഏറ്റവും ക്രൂരമായ സ്ഥിതിയിലെത്തി കഴിഞ്ഞപ്പോൾ ഇവള് ഓടിപ്പോകാൻ സ്വന്തം വീട്ടിലേക്ക്, വേറെ എങ്ങോട്ടേക്കല്ല, വേറെ ആരെങ്കിലുടെയും കൂടെ ഒളിച്ചോടിപ്പോയതൊന്നുമല്ല, രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് ഇവള് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഇത് ഒളിച്ചോടിയ സമയത്ത് ഇത് പക്ഷെ പിടിച്ചു, അയൽപക്കക്കാരി പിടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അയൽപക്കക്കാരും ഇതേപോലെ താലിബാൻ ചിന്താഗതിയുള്ളവരാണ്. അവർ പിടിച്ചിട്ട് ഇവളെ ഭർത്തൃ വീട്ടിൽ കൊണ്ടുവന്നു. ഭർത്താവിന്റെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് താലിബാൻ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ്. ഭർത്താവിനെ ധിക്കരിച്ച് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോയി. അതാണ് കുറ്റം. ആ കുറ്റത്തിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണ് നമ്മൾ ഈ കണ്ടത്. മൂക്ക് മുറിച്ചു കളഞ്ഞു. മൂക്ക് മുറിച്ച് വികൃതമാക്കി കളഞ്ഞു മുഖം. അത് അധികം പ്രായമൊന്നുമില്ല, 15-16 വയസ്സ്. ആ സമയത്താണ് ഈ മൂക്ക് മുറിച്ച് കളയുന്നതെന്ന് ഓർക്കണം. ആ പ്രായത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ അവസ്ഥ നിങ്ങളുടെ സഹോദരിക്ക് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ സഹോദരന്റെ മകളോ സഹോദരിയുടെ മകളോ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എടുത്തു വളർത്തിയ കൊച്ചായിരിക്കുമ്പോഴേ നിങ്ങൾ എടുത്തു വളർത്തി ഓമനിച്ച കൊച്ച്, അങ്ങനെയുള്ള ഒരു കുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മതം പിടിമുറുക്കി കഴിയുമ്പോൾ അത് ആ 7-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളാണ് കൊണ്ടുവരിക. ഇന്നത്തെ പരിഷ്കൃത ലോകത്ത് നമുക്കുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടൊക്കെയുള്ള ശിക്ഷ അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ശരീഅത്ത് എന്ന് പറയുന്നത് ആ 7-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളുണ്ടല്ലോ, അറബികളുടെ കാടൻ നിയമം, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നമുക്ക് പലതും ശരിയായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിന്റെ രൂക്ഷത ശരിയായ വിധത്തിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം വെറും ഒരു ന്യൂസാണ്, ഒരു വാർത്തയായിട്ടങ്ങ് നമ്മളൊക്കെ വായിച്ചു തള്ളും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തെ, ഈ ആദർശം ഇസ്ലാം എന്ന് പറയുന്ന ഈ ഐഡിയോളജി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെയൊക്കെ നരകതുല്യമാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഏതായാലും പിന്നീട് ഈ ആയിഷ ബീവിയുടെ കാര്യം ലോകപ്രശസ്തമായ ടൈം മാഗസിൻ കവർ സ്റ്റോറി ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇവർക്ക് അനുകൂലമായി ധാരാളം പേർ രംഗത്ത് വന്നു. ഇവർക്ക് വേണ്ടി ഫണ്ട് പിരിവൊക്കെ ഉണ്ടായി. അവസാനം അവര് ആയിഷ ബീവിക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി.
പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുള്ള മുഖമാണ് ഇപ്പൊ ഈ കാണുന്നത്. എത്ര സൗന്ദര്യമുള്ള മുഖമല്ലേ? രണ്ടു മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്ക്. അത് സുന്ദരമായി ഇതിനെ നശിപ്പിക്കാൻ, വിരൂപമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. സുന്ദരമായെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുഖം മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തിലെ എന്തൊക്കെ സുന്ദരമായിട്ടുള്ള എന്തൊക്കെ സംഗതികളുണ്ടോ അതിനെയൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. അങ്ങനെയുള്ള ഒരു ആത്മാവാണ് ഇസ്ലാമിനകത്ത് വ്യാപരിക്കുന്നത്. അത് പൈശാചിക ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവല്ല. ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ഇതിനൊക്കെ പല ന്യായീകരണങ്ങളും പലരും ചമിക്കുന്നതാണ്. ഈ തീവ്രവാദ ആക്രമണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഓരോ ന്യായീകരണം ചമിക്കുന്നതാണ്. അതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ല. കാരണം കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ്. ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചു കയറ്റിയതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് എത്ര പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് മുസ്ലിങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പേര് അതിനെ സംബന്ധിച്ച് ലേഖനങ്ങളും മറ്റും എഴുതിയിരുന്നെന്നറിയോ. അത് അന്യായവും അനീതിയും അനുഭവിക്കുന്ന ക്ഷോഭിക്കുന്ന മുസ്ലിം യുവത്വത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണെന്നൊക്കെ വരെ ചിലര് ഇരുന്ന് തള്ളിയിട്ടുണ്ട്. TV ചാനലൊക്കെ ഇരുന്ന് തള്ളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആരോടാണ് നിങ്ങളുടെ ഈ ക്ഷോഭം കാണിക്കുന്നത്? നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരോടും. ഗവൺമെന്റിനോട് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരോടല്ല. ഇപ്പൊ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നു, ബാംഗ്ലൂർ ബോംബ് സ്ഫോടനം നടന്നു, ഡൽഹിയിൽ ബോംബെയിലൊക്കെ നടന്നു. ഇതൊക്കെ കൊല്ലപ്പെടുന്നത് ആരാണ്? നമ്മളെപ്പോലെ തന്നെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ കൊന്നിട്ട് എന്ത് നേടി നിങ്ങൾ? ഈ ഐഡിയോളജിക്കാര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല വാസ്തവത്തിൽ. പക്ഷെ ഇതിനെ താത്വികമായ ന്യായീകരണം ചമിക്കാൻ കുറെ എണ്ണം വരും. ഇത് നാശത്തിന്റെ ഐഡിയോളജിയാണ് സുഹൃത്ത്. മനുഷ്യവംശത്തിന് ഏറ്റവും നാശകരമായി തീരുന്ന ഒരു സംഗതിയാണിത്. അത് മനസ്സിലാക്കുക. ഈ താലിബാൻ ഭരണകാലത്തെ ഇന്ത്യ ടുഡേയിൽ അഫ്ഗാനിസ്ഥാനിലെ വിഷയങ്ങളെക്കുറിച്ച് സ്ഥിരം ലേഖനങ്ങൾ വരുമായിരുന്നു. താലിബാൻ ഭരണത്തിന്റെ കീഴിൽ സ്ത്രീകൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കൊന്നും കയ്യും കണക്കുമില്ല. ഗർഭിണികൾക്കായിരുന്നു ഏറ്റവും വലിയ കഷ്ടപ്പാട്. കാരണം പുറത്ത് ജോലികൾക്കൊന്നും പോകരുതെന്ന് വിലക്കുണ്ടായിരുന്നതിനാൽ ലേഡി ഡോക്ടർമാരെല്ലാം വീട്ടിലിരിക്കേണ്ടി വന്നു. ഗൈനക്കോളജിസ്റ്റുകളായവരും അല്ലാത്തവരുമായ എല്ലാ ലേഡി ഡോക്ടർമാരും വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഗൈനക്കോളജിസ്റ്റുകളായ പുരുഷ ഡോക്ടർമാരുണ്ട്. പക്ഷെ അന്യപുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയോ അവരുമായി സംസാരിക്കാനോ ഒന്നും പാടില്ല എന്ന് നിയമമുള്ളത് കൊണ്ട് പുരുഷ ഡോക്ടർമാരുടെ അടുക്കലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഗർഭിണികൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അവര് വീടുകളിൽ തന്നെ പ്രസവിക്കേണ്ടി വന്നു. പലപ്പോഴും പ്രസവത്തിൽ അമ്മയും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞൊക്കെ മരിച്ചു പോവുകയാണ്. അമിതമായ രക്തസ്രാവവും മറ്റുമൊക്കെ ആയിട്ട് അമ്മ മരിക്കും, ചിലപ്പോൾ കുഞ്ഞ് രക്ഷപ്പെടും, ചിലപ്പോൾ രണ്ടും മരിച്ചെന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള വളരെ കഷ്ടപ്പാടായിരുന്നു. അതുപോലെ കല്യാണം നടക്കുന്ന വീടുകളിൽ കല്യാണത്തലേന്ന് പെട്ടെന്നായിരിക്കും താലിബാന്റെ ഉദ്യോഗസ്ഥന്മാർ മിന്നൽ പരിശോധന നടത്തുക. നമുക്കറിയാം, കല്യാണത്തിന്റെ തലേ ദിവസം ആ വീട്ടിൽ ഉത്സവമാണ്, സന്തോഷമാണ്, ആഘോഷമാണ്. അപ്പൊ പാട്ടൊക്കെ ഉണ്ടാകും. പാട്ടും ചിലപ്പോൾ നൃത്തം ഉണ്ടായതിൽ പാട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവർ ഈ മിന്നൽ പരിശോധന നടത്തിയിട്ട് പാട്ട് പാടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ പരസ്യമായ ചാട്ടവാറടി മുതൽ വിരല് ഉണ്ടല്ലോ, ഈ ചെറുവിരല്, ഇത് മുറിച്ചു കളയുന്നത് വരെയുള്ള ശിക്ഷയാണ്. കാരണം ആ സമയത്ത് ഇന്ത്യ ടുഡേയിൽ ഞാൻ ധാരാളം ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പാട്ടുപാടിയ കുറ്റത്തിന് വിരല് മുറിച്ചു കളയപ്പെട്ടവർ. ആ ഇന്ത്യ ടുഡേയിൽ നിന്ന് ഇപ്പൊ എന്റെ കൈവശം ഇല്ല. ഇതൊക്കെ 97, 98 ആ കാലഘട്ടത്തിലെയാണ് ഞാൻ ഈ പറയുന്നത്. 1997, 98 കാലഘട്ടത്തിലാണ്. ഇപ്പൊ അതൊന്നുമില്ല. മാത്രമല്ല ഞാൻ നെറ്റിൽ കുറെ പരിധി നോക്കി, അതിനുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. ഗൂഗിൾ ഇമേജിൽ 5-8 കൊല്ലം മുമ്പ് കണ്ടിരുന്ന പല ഫോട്ടോസും, താലിബാനെ സംബന്ധിച്ചുണ്ടായിരുന്ന 8 വർഷം മുമ്പ് ഞാൻ കണ്ടിരുന്ന പല ഫോട്ടോസും ഇപ്പൊ കാണാനില്ല. ഞാൻ അതൊന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ല. പിന്നെ ആൾക്കെടുക്കല്ല, ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ കാണുന്നില്ല. കാരണം ഇതൊക്കെ ചരിത്രത്തെ മറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട്, ചരിത്രത്തിനെ മാറ്റി തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ട് അതങ്ങ് പിൻവലിപ്പിക്കും, അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ കുറെ ഫോട്ടോസ് അങ്ങനെ ഇപ്പൊ കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ കൈയൊക്കെ വിരലൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഫോട്ടോസ് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇനി ഇപ്പൊ താലിബാൻ അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോഴും അവർക്ക് അവരുടേതായ കുറെ ശക്തി മേഖലകളൊക്കെ ഉണ്ട്. അവിടെയുള്ള മനുഷ്യരുടെ ജീവിതവും ദുരിതമാണ്. അങ്ങനെയുള്ളിടത്തൊന്നും ഇവർ ഇപ്പോഴും പെൺകുട്ടികൾക്കുള്ള സ്കൂളുകളൊന്നും അനുവദിക്കുന്നില്ല. സ്കൂളുകളൊക്കെ പലതും അവർ ബോംബ് വെച്ച് തകർക്കും, മിസൈലിട്ട് തകർക്കും. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലുള്ള താലിബാൻ ചിന്താഗതിക്കാർ അവരാണ് ഈ മലാല യൂസഫ്സായിയെ ലോകപ്രശസ്തയാക്കിയത്. നോബൽ സമ്മാനം വരെ വാങ്ങിച്ചു കൊടുക്കുക അവരാണ്. അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവര്. ഇനി ഏറ്റവും അവസാനം ഒരു വാർത്തകളിൽ നിറഞ്ഞത് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തതിന്റെ പേരിൽ 11 ഗ്രാമീണരുടെ കൈവിരലുകൾ വെട്ടിക്കളഞ്ഞതിന്റെ പേരിലായിരുന്നു. അപ്പൊ ഇതാണ് സ്ഥിതി. ഇസ്ലാം മുഹമ്മദൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ യഥാർത്ഥ ഇസ്ലാം ഉണ്ടല്ലോ, ഫണ്ടമെന്റൽ ഇസ്ലാം, സാമൂഹിക ജീവിതത്തിലെ പിടിമുറുക്കാൻ തുടങ്ങുമ്പോൾ, ആ മതഭരണം വരുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളുടെ ജീവിതം
ആകെ പോക്കാണ്. ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ ജീവിതവും പോക്കാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളിവിടെ ദിമ്മികളായിട്ട്, രണ്ടാം തരം പൗരന്മാരായിട്ട് ഏറ്റവും മോശമായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കേണ്ടി വരുമെന്ന് അറിയാം. പക്ഷെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നിങ്ങളുടെ ജീവിതവും പോക്കാണ് എന്ന് ന്യായീകരിക്കാൻ വരുന്നുണ്ടല്ലോ. ഇതിനെ ഗുണമൊക്കെ കിട്ടുന്നത് ഈ MM അക്ബറിനെ, ഹാരിസ് മദനിയെ, അല്ലെങ്കിൽ കാന്തപുരം ഈ മുഹമ്മദ് ഈസ അവരെ പോലുള്ളവർക്ക് വരെ കിട്ടും. മുഹമ്മദ് ഈസനെയൊന്നും ഞാൻ ഇസ്ലാമിന്റെ എരിയായിട്ട് കാണുന്നില്ല കേട്ടോ. ഞാൻ എരിയായിട്ട് കാണുന്ന പറഞ്ഞാൽ അതിനകത്ത് നിർഭാഗ്യവശാൽ ജനിച്ചു വളർത്തപ്പെട്ടവരായ അവരെയാണ്. അതിനകത്ത് ജനിച്ചു വീണത് കൊണ്ട് വേറെ ചെറുപ്പത്തിലെ ആ വിശ്വാസം ഉള്ളിലേക്ക് വന്നു അത് ശരിയെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരെയാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും വിശ്വാസത്തിൽ നിന്ന് അതിനകത്തേക്ക് ചെന്നപ്പെട്ടവരുണ്ടല്ലോ, അവരൊന്നും ഞാൻ ഇസ്ലാമിന്റെ ഇരകളായിട്ട് കാണുന്നില്ല. അവർ ഇസ്ലാമിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് എന്തെങ്കിലും വിധത്തിൽ. കാരണം ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ മതം മാറുന്ന സമയത്ത് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചർച്ച നടത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ഹദീസുകൾ ഞങ്ങൾ ഇട്ടുകൊടുത്ത് ഇതൊക്കെ കണ്ടിട്ടും അതിന് ന്യായീകരണം ചമച്ച് അതിനകത്ത് തന്നെ നിൽക്കുന്നതല്ലാതെ അത് വിട്ടുകളഞ്ഞ് പുറത്തു വരാൻ അവർ തയ്യാറല്ലാത്തതുകൊണ്ട് അവരിതിനെ യൂട്ടിലൈസ് ചെയ്യണം. അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒരു സഹതാപവും ഇല്ല. അതും കൂടി പറയാം, അങ്ങനെയുള്ളവരോടൊന്നും ഒരു സഹതാപവും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇസ്ലാം ഭരണം വന്നു കഴിഞ്ഞാൽ അതൊരു മധുര മനോഹര മനോജ്ഞ രാജ്യമൊന്നും ആയിരിക്കില്ല. നിങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതമൊക്കെ ഒരുപോലെ നരകതുല്യമാക്കുകയുള്ളൂ. ഇനി ഇതുപോലെ തന്നെ വേറൊരു രാജ്യമുണ്ട്, ഇറാൻ. വളരെ സമ്പന്നമായ ഒരു പൈതൃകമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. വളരെ സമ്പന്നമായ ഒരു പൈതൃകം, ചരിത്രമുണ്ട് അവർക്ക്, സമ്പന്നമായൊരു ഭൂതകാലം അവർക്കുണ്ട്. ബൈബിളിലൊക്കെ ഇറാനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. അവർ ഒരു കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അന്നത്തെ ഒരുമാതിരി രാജ്യങ്ങളൊക്കെ അടക്കി വാണിരുന്ന സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം. അങ്ങനെയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനകത്തേക്ക് ഇസ്ലാം കടന്നു വന്നതിന് ശേഷം അവരുടെ അതുവരെ ഉണ്ടായിരുന്ന പുരോഗതി എല്ലാം വാസ്തവത്തിൽ അത് പുറകോട്ടടിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് പേർഷ്യയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ചിന്തകന്മാര്, കവികൾ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാം വന്നതിന് ശേഷം ഇടയ്ക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മുതസല്ലികൾ എന്ന് പറയുന്ന കൂട്ടര്. മുതസല്ലികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്തുള്ള ഒരുതരം നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് തന്നെ പറയാം. അവർ ഖുർആനെ ഒന്നും ദൈവവചനമായിട്ടൊന്നും പരിഗണിച്ചില്ല, അള്ളാഹുവിന്റെ വചനം എന്നല്ല. അവര് ചില മുതസല്ലി പണ്ഡിതന്മാര് പറയുന്നുണ്ട് അത് ഖദീജ പറഞ്ഞു കൊടുത്ത കിഴവിക്കഥകളല്ലേ അതിനകത്തുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവരതിനെ വലിയ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല. എന്നാൽ ഇസ്ലാം മതവിശ്വാസം ആ സത്വബോധം അവർ നിലനിർത്തി. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. എന്നാൽ ഇന്നത്തേതുപോലെ ഫണ്ടമെന്റൽ ഇത് അങ്ങനെയുള്ള ചിന്താഗതി ഒന്നുമില്ല. അവർ ഏറ്റവും ലിബറലിസത്തിന്റെ അങ്ങേയറ്റമായിരുന്നു ഇസ്ലാമിനകത്ത്. ആ കാലഘട്ടത്തിൽ അതാണ് ഇന്ന് ഇസ്ലാമിന്റെ സുവർണകാലം എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് ഇവര് ഇസ്ലാമിനകത്ത് നിന്ന് വന്ന ശാസ്ത്രജ്ഞന്മാർ ഇതാ ഇസ്ലാമിനകത്ത് നിന്ന് വന്ന ഇന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ടുവരാറുണ്ടല്ലോ. മുസ്ലിങ്ങൾ പലപ്പോഴും ശാസ്ത്രം ഇസ്ലാമിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ടീമുകൾ. ഇതെല്ലാം ഈ മുതസല്ലികളുടെ അല്ലെങ്കിൽ ആ കാലത്തെയാണ്. മുതസല്ലി പണ്ഡിതന്മാരാണ്, മുതസല്ലി ചിന്താഗതിക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തെ തള്ളി പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവർ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത്, പല കാര്യങ്ങളും അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ഇറാൻ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഇറാൻ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോയി. എന്നാൽ പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ഭരണാധികാരികൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സഹകരണത്തിൽ വർത്തിക്കുകയും അതിന്റെ അനന്തരഫലമായി ആ രാജ്യം കുറെ കൂടി മെച്ചപ്പെടുകയും ചെയ്തു. കാരണം വിദേശത്തു നിന്നുള്ള പാശ്ചാത്യ ടെക്നോളജികൾ പലതും ഇവിടെ കൊണ്ടുവന്നു. പിന്നെ യൂണിവേഴ്സിറ്റി പലതും സ്ഥാപിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഇറാൻ കുറേയും കൂടി പുരോഗതിയിലേക്ക് വന്നു. സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ട് നല്ലൊരു പൈതൃകം അവർക്ക് ഉണ്ടായിരുന്നതുമാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെതിരായിട്ട് ഇസ്ലാമിക വിപ്ലവം വരുന്നത്. 1979 ആയത്തുള്ള ഖമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം വരുന്നത്. അപ്പൊ ഈ വിപ്ലവം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഫോട്ടോസ് ചിലത് ഞാൻ കാണിക്കാം. അന്നത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം, ഇറാനിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ഫോട്ടോസുകളാണത്. അന്നൊക്കെ ഈ വെള്ളിയാഴ്ചയിലെ ഒഴിവു ദിനത്തിൽ ഒരു കുടുംബത്തോടൊപ്പം പിക്നിക്കിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പിക്നിക്കിന് പോയപ്പോ ഒരു കുടുംബം എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. അതുപോലെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ അന്ന് ബ്യൂട്ടി പാർലർ പോകുമായിരുന്നു. ഒരു ബ്യൂട്ടി പാർലറിന്റെ ഫോട്ടോയാണിത്. പിന്നെ ഗവേഷക വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ. പിന്നെ തെരുവില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനിറങ്ങുന്ന ഈവനിങ് വാക്കിങ്ങിന് പോകുന്ന സ്ത്രീകള് സർവ്വസാധാരണമായ കാഴ്ചയായിരുന്നു. അപ്പൊ അങ്ങനെ തെരുവിൽ ഈവനിങ് വാക്കിങ്ങിന് പോകുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ തെരുവിൽ നിന്ന് പർച്ചേസ് നടത്തുന്ന കുറച്ച് പെൺകുട്ടികളെയൊക്കെയാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോ ഇത് 1971 അതായത് ഇസ്ലാമിക വിപ്ലവത്തിനും 8 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷാ മുഹമ്മദ് റേസി പഹ്ലവിയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന്
ഷായെ വിമർശിക്കുന്ന സമയത്ത്, മുഖത്തോട് മുഖം നോക്കി നേർക്ക് നേരെ അദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുരക്ഷാഭടന്മാർ ആ സ്ത്രീയെ തടയുന്ന ചിത്രമാണ് ഇത്. അതായത് രാജ്യം ഭരിക്കുന്ന ആളെ മുഖാമുഖം വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ ഇറാനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വിമർശിക്കാൻ നട്ടലുള്ള സ്ത്രീകളെ അന്നത്തെ ഇറാൻ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അത് നിങ്ങൾ ഓർക്കണം. അമേരിക്കയോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഈ ഷായുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക വിപ്ലവകാരികൾ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഇറാനിലെ മുസ്ലിങ്ങളും അവരോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകളും വളരെയധികം സന്തോഷിക്കുകയുണ്ടായി. ഈ കമ്മ്യൂണിസ്റ്റുകൾ സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം അമേരിക്കയുമായിട്ട്, അന്ന് ശീതയുദ്ധത്തിന്റെ കാലമാണ്, അപ്പൊ അമേരിക്കയുമായിട്ട് ഇദ്ദേഹം പുലർത്തിയിരുന്ന ഈ താല്പര്യം കാരണം ഇദ്ദേഹത്തിനെ അമേരിക്കയുടെ പാവ എന്നാണ് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപിച്ചിരുന്നത്. അപ്പൊ ഷായെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇസ്ലാമിക വിപ്ലവകാരികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതിയവരായിരുന്നു ഈ ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ എന്തുണ്ടായിന്നറിയോ? ഷായെ അട്ടിമറിച്ച് ആയത്തുള്ള ഖുമൈനി അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടക്കൊലയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കളെയും തെരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊന്നു, കുറെ പേരെ തൂക്കിലിട്ട് കൊന്നു. അതിനുശേഷം പാർട്ടി അംഗങ്ങളെ, പാർട്ടി അനുഭാവികളെ ഒക്കെ പലയിടങ്ങളിൽ നിന്നും ലോക്കൽസിന്, അവിടെയുള്ള മുസ്ലിങ്ങൾ, അതായത് കുറച്ചുനാൾ മുമ്പ് വരെ ഒരു ഒരുമിച്ചിട്ടാണ്, തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഷായുടെ ഭരണത്തിനെതിരെ പൊരുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോ അതുവരെ കൂടെ പൊരുതിക്കൊണ്ടിരുന്നവനെയാണ് ഇപ്പൊ കൊന്നുകളയാൻ വേണ്ടിയിട്ട് പിടിച്ചോണ്ട് വരുന്നത്. ഇവർ തന്നെ പോയി പിടിച്ചോണ്ട് വന്ന് കൊന്നുകളയാണ്. അപ്പൊ ഇങ്ങനെ പാർട്ടി അനുഭാവികളെയും പാർട്ടി അംഗങ്ങളെയും ഒക്കെ അവര് നശിപ്പിക്കുകയുണ്ടായി അവിടെ. ഇന്ന് കേരളത്തിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ചു നിർത്തുന്ന, 4 വോട്ടിന് വേണ്ടി അവരെയൊക്കെ സുഖിപ്പിച്ചു നിർത്തുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഇസ്ലാമിസ്റ്റുകൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവരുടെ കൈ നീണ്ടുവരുന്നത് നിങ്ങളുടെ കഴുത്തിലേക്കായിരിക്കും. അതിനുശേഷമേ അത് മറ്റുള്ളവരുടെ കഴുത്തിലേക്ക് നീളുകയുള്ളൂ. ആദ്യം നിങ്ങളുടെ കഴുത്തിന് നേരെയായിരിക്കും വാള് വരിക. അത് മറക്കരുത്. ഇതിങ്ങനെ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഇറാനിൽ അവർ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. സ്ത്രീകളെല്ലാം ഹിജാബ് ധരിക്കണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നപ്പോൾ ഇറാനിലെ സ്ത്രീകൾ 1979, അതായത് 79ലാണ് അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുന്നത്. ആ 79 തന്നെ കമ്മ്യൂണിസ്റ്റുകളെ ഒരുമാതിരി കൂട്ടക്കൊല നടത്തി. അത് കഴിഞ്ഞിട്ട് 79 തന്നെയാണ് സ്ത്രീകളെല്ലാം ഹിജാബ് ധരിക്കണമെന്നുള്ള നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ആ നിയമത്തിനെതിരായി ടെഹ്റാനിൽ സ്ത്രീകൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. പക്ഷെ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഇസ്ലാമിക സർക്കാർ അതെല്ലാം അടിച്ചമർത്തി 1980 ടെഹ്റാനിൽ നിന്നുള്ള ചിത്രമാണിത്. 80 ആയി കഴിഞ്ഞപ്പോൾ കാബൂളിലെ സാധാരണ വസ്ത്രധാരണമാണ് ഈ കാണുന്നത്. ഒരു കുടുംബം പോകുന്നതാണ്. ഒരൊറ്റ വർഷം കൊണ്ട് 1971 നിന്നും 80 എത്തിയപ്പോഴേക്കും ഇറാൻ എങ്ങനെ മാറിയെന്ന് ഈ ചിത്രം നമുക്ക് അധികം സംസാരിക്കേണ്ട, ഈ ചിത്രം നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളോട് ഇങ്ങനെ ഉറക്കെ പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. 79 സ്ത്രീകളുടെ ചിത്രവും 80 ചിത്രവും ചേർത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതി. ഇത് 2005 ഹിജാബിനെതിരെ കാബൂളിൽ നടന്ന മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധ യോഗമാണ്. 1979 പ്രതിഷേധ യോഗവും 2005 പ്രതിഷേധ യോഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? 79 സ്ത്രീകൾ പ്രതിഷേധിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണ എങ്ങനെയാണെന്ന് നോക്കാം. 2005 പ്രതിഷേധിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള വസ്ത്രമാണ്. വ്യത്യാസം ഭയങ്കരമാണ്. ഇപ്പോഴും ഇറാനിലെ സ്ത്രീകളുടെ ജീവിതം വളരെ കഷ്ടമാണ്. ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റോണിംഗ് ഓഫ് സൊറായ എന്ന് പറഞ്ഞിട്ട്. സൊറായ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. ഭർത്താവിന് വേറെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ കണ്ടപ്പോ അവളെ കെട്ടണം. അപ്പൊ ഭാര്യയെ മൊഴിയില്ലാണെന്നുണ്ടെങ്കിൽ ജീവനാംശം കൊടുക്കണം. ജീവനാംശം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന പരിപാടി ഇവളുടെ മേൽ വ്യഭിചാരക്കുറ്റം ആരോപിക്കലാണ്. വ്യഭിചാരക്കുറ്റം ആരോപിച്ചിട്ട് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കുകയാണ് അവര്. അവള് കുറെയൊക്കെ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. കാരണം അവിടുത്തെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്കെതിരാണ്. പുരുഷന് അനുകൂലവും സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിയമങ്ങളാണുള്ളത് അധികവും. ഈ ശരീഅത്ത് നിയമം ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയെ കല്ലെറിയാണ്. കല്ലെറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കല്ലെറിയുന്ന അവളുടെ പിതാവാണ്. അവസാനം അവളുടെ സ്വന്തം മക്കൾ വരെ കല്ലെറിയുന്നുണ്ട്. വ്യഭിചാരിയായ അമ്മ എന്നുള്ളതുകൊണ്ട് അവർ കല്ലെറിയാണ്. ഈ സ്ത്രീയെ കൊല്ലുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ആണ് അറിയുന്നത് ഇവള് നിരപരാധിയായിരുന്നുള്ളത്. പക്ഷെ ഒന്നും ചെയ്യാനില്ല, മരിച്ചുപോയി. ഇതൊരു കഥയല്ല, ഇത് സിനിമയായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു ഭാവനയല്ല, ഇത് യഥാർത്ഥം നടന്ന സംഭവമാണ്. ഇത് അന്നത്തെ ഇറാനിലെ ഫ്രഞ്ച് അംബാസഡറുടെ മകൻ എഴുതിയ നോവലാണ്. ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം എഴുതിയൊരു നോവലുണ്ട്. ആ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇന്ത്യയിൽ വരരുത്. ഇന്ത്യയിൽ ഞങ്ങൾക്കും വരരുത്, സാധാരണക്കാരായ പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾക്കും വരരുത് എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നത്. അടുത്ത തലമുറയിൽ ഞങ്ങളുടെ മക്കൾ ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കണം. നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഞങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ തുടരേണ്ടതിന് വേണ്ടി അവരിവിടെ രണ്ടാന്തരം പൗരന്മാരായി ദിമ്മികളായി ജീവിക്കാൻ പാടില്ല. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു വ്യക്തി നല്ലതോ ചീത്തയോ ആകട്ടെ, അവന്റെ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് എന്തും ആകട്ടെ, എന്ത് വിശ്വാസം ആകട്ടെ, അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ സ്വാതന്ത്ര്യം ഇസ്ലാമിനകത്ത് അതില്ല. അവിടെ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ള കൽപ്പനയാണ് മുസ്ലിങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൽപ്പനയുള്ളതുകൊണ്ട് മറ്റൊന്നിനെ അത് അംഗീകരിക്കുകയില്ല, ഉന്മൂലനം ചെയ്യുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ മക്കൾ ഇവിടെ ഒരിക്കലും അടിമകളായി, അവർ പിറന്നു വീണ മണ്ണിൽ അടിമകളെ പോലെ രണ്ടാന്തരം പൗരന്മാരായി ജീവിക്കാൻ ഇടയാകരുത്. അപ്പൊ മുസ്ലിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഇസ്ലാം ഒരു രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ അതുകൊണ്ട് ഗുണം കിട്ടുന്നത് നിങ്ങളുടെ മതത്തിലെ പുരോഹിത വൃന്ദത്തിന് മാത്രമാണ്. ഉസ്താദുമാരുണ്ടല്ലോ, അവർക്ക് മാത്രമാണ്. നിങ്ങളൊക്കെ അതിന്റെ ഇരകളായി മാറ്റപ്പെടുകയേ ഉള്ളൂ, ഒരിക്കലും അതിന്റെ ഗുണഭോക്താക്കളാകുകയില്ല. ആകണമെങ്കിൽ പിന്നെ ഇതുപോലെ മതം പഠിച്ചങ്ങ് പോകണം. പക്ഷെ അത് മനസാക്ഷിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത്. അതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വയം ചിന്തിക്കാൻ ധൈര്യപ്പെടുക. നിങ്ങളുടെ മതത്തിന്റെ പൊള്ളത്തരം ആരെങ്കിലും പ്രമാണം വെച്ച് തുറന്നു കാണിക്കാൻ തയ്യാറായാൽ അവനെ തെറി വിളിക്കുന്നത് നിർത്തിയിട്ട് അവൻ മുന്നോട്ട് വെച്ച തെളിവുകളെ വിമർശന വിധേയമായി പരിശോധിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം പിടികിട്ടും ഇസ്ലാം എന്നത് ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂൺ മാത്രമാണെന്നുള്ള സത്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് ഞങ്ങൾ അന്ന് വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണ്, പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളും കുട്ടികളും എന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അത്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ അധികാരത്തിൽ വരുമെന്നൊന്നും അന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രദേശം ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നുകൊണ്ട് ഞങ്ങളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇസ്ലാമിക രാജ്യം വരാൻ വേണ്ടി ഉത്സാഹിക്കുന്ന സാധാരണക്കാരായ എല്ലാ മുസ്ലിങ്ങളും സ്വന്തം ശവക്കുഴിയാണ് തോണ്ടുന്നത് എന്ന സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് അവർക്ക് നന്നായിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ അതിൽ വേറൊരു കോമഡി ഉണ്ട്. അഫ്ഗാനികളുടെ ധൈര്യത്തിനെ ഭയങ്കരമായി അങ്ങ് വാഴ്ത്തിപ്പാടുകയാണ് ഓൺലൈനിലെ മുസ്ലിങ്ങൾ. അഫ്ഗാനികൾ എന്ന് ഉദ്ദേശിക്കുന്നത് താലിബാനികളെയാണ് കേട്ടോ. ഇവർ അഫ്ഗാനികൾ എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് താലിബാനികളാണ്. താലിബാനികളുടെ ധൈര്യം, അവരെ കീഴടക്കാൻ അമേരിക്കയ്ക്കൊന്നും പറ്റിയില്ല എന്നുള്ള ഇതിലൊക്കെയാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് കീഴടക്കാൻ പറ്റിയില്ല, അവർ പരാജിതരായി തിരിച്ചു പോകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ ഈ ഊറ്റം കൊള്ളൽ. ഇതേ ടീംസാണ് കുറച്ച് നാൾ മുമ്പ് വരെ അമേരിക്ക അഫ്ഗാനികളെ കൊന്നൊടുക്കുന്നു, അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടണം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം മറക്കരുത്, അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതേ താലിബാനെ ഒതുക്കാനൊന്നും ആയിരുന്നില്ല. വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത അൽ ഖ്വയ്ദയുടെ തലവൻ ഒസാമ ബിൻ ലാദനെ പിടികൂടാനായിരുന്നു. ബിൻ ലാദനെ വിട്ടുതരണം എന്ന് ആദ്യം അമേരിക്ക താലിബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. അത് അങ്ങനെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അമേരിക്ക ഒരിക്കലും അഫ്ഗാനിസ്ഥാനിൽ പോവുകയില്ല. പക്ഷെ മുല്ല ഉമർ അത് നിരസിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് സൈനിക നീക്കം നടത്തേണ്ടി വന്നത്. അങ്ങനെ 2001 ഒക്ടോബർ 7 ഈ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യം അവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് 2011 മെയ് മാസം 2 ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ച് കൊന്ന് കടലിൽ താഴ്ത്തിയതോടെ അഫ്ഗാനിലെ അമേരിക്കൻ ദൗത്യം അവസാനിച്ചു. അന്നത്തെ അഫ്ഗാൻ സർക്കാരാണ് അമേരിക്കയോട് അഫ്ഗാനിൽ തുടരണമെന്നും US സൈന്യം അഫ്ഗാൻ വിട്ടുപോയാൽ താലിബാൻ ആക്രമണം നടത്തും, അഫ്ഗാനിസ്ഥാൻ പിന്നെയും താലിബാന്റെ കീഴിലാകും എന്നൊക്കെ പറഞ്ഞ് അമേരിക്കൻ സൈന്യത്തിനെ അഫ്ഗാനിൽ തന്നെ നിർത്തിയത്. പിന്നീട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോഴാണ് അമേരിക്കൻ ജനതയുടെ നികുതി പണവും അമേരിക്കൻ സൈനികരുടെ ജീവനും ചിലവഴിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ സംരക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറഞ്ഞ് US സൈന്യത്തെ അഫ്ഗാനിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ട്രംപിൻ്റെ ആ തീരുമാനമാണ് ഇപ്പോൾ ജോ ബൈഡൻ നടപ്പാക്കിയത്. ഇതിനെയാണ് അമേരിക്ക പേടിച്ചോടിയെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളെന്ന് ആഘോഷിക്കുന്നത്. അഫ്ഗാനികളുടെ ധൈര്യത്തിന് മുമ്പാകെ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാണ് ആഘോഷം. അത് കാണുമ്പോൾ അതിലെനിക്ക് ചിരിയാണ് വരാറുള്ളത്. കാരണം ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ധൈര്യമൊന്നും അഫ്ഗാനികൾക്കില്ല. താലിബാന്റെ സൈന്യം വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സൈനികർ പേടിച്ച് കുറച്ച് അയൽ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ അഫ്ഗാൻ സൈനികരുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, സഹോദരങ്ങൾ, മക്കളൊക്കെ അഫ്ഗാനിസ്ഥാനിലാണുള്ളത്. അവരെ താലിബാനികളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭീരുക്കളെ പോലെ അയൽ രാജ്യത്തിലേക്ക് ഓടിപ്പോയ അഫ്ഗാൻ സൈനികരും ഇവരും അഫ്ഗാനികൾ തന്നെയല്ലേ? താലിബാൻ മാത്രമല്ലല്ലോ, അഫ്ഗാൻ പട്ടാളക്കാരും അഫ്ഗാനികളല്ലേ?
കൂടാതെ ഈ താലിബാന്റെ ഭരണത്തിൻ്റെ കീഴിൽ അടിമകളെപ്പോലെ ജീവിച്ചിരുന്നതും ഇതേ അഫ്ഗാനികൾ തന്നെയല്ലേ? ഇവരത്ര വലിയ ധൈര്യശാലികളായിരുന്നെങ്കിൽ താലിബാൻ സർക്കാരിനെ വീഴ്ത്താൻ അമേരിക്കൻ സൈന്യം വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അഫ്ഗാനികളുടെ ധൈര്യത്തെക്കുറിച്ചുള്ള തള്ളുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്നത് പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൂടി പിൻവാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അപ്പോഴേ അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിലുള്ളതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയപ്പോൾ താലിബാൻ കയറി അടിച്ചതുപോലെ സൗദിയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയാൽ ലോകത്തുള്ള ഒരുമാതിരി ഇസ്ലാമിക ഭീകര സംഘടനകളും സൗദിക്ക് നേരെ ചെല്ലും. കാരണം ലോകത്തെ എല്ലാ ഇസ്ലാമിക് മിലിറ്റൻ്റ് ഗ്രൂപ്പുകളുടെയും ആഗ്രഹമാണ് സൗദി അറേബ്യയെ ആക്രമിക്കണമെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കയുടെയും മദീനയുടെയും നിയന്ത്രണം, അത് ഭരിക്കുന്നത് ആരാണോ അവരുടെ വാക്കുകൾക്ക് ഇസ്ലാമിക ലോകത്ത് വിലയുണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം. അതുമാത്രമല്ല, അബൂബക്കർ ബഗ്ദാദി ഖാലിഫേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ വളരെ കുറച്ച് ഇസ്ലാമിക ഭീകര സംഘടനകൾ മാത്രമേ ബാഗ്ദാദിയെ ഖലീഫയായി അംഗീകരിക്കാൻ തയ്യാറായുള്ളൂ. എന്നാൽ മക്കയും മദീനയും കൈവശമാക്കിയതിന് ശേഷമായിരുന്നു അബൂബക്കർ ബാഗ്ദാദി ഖിലാഫത്ത് സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ മാത്രമല്ല പല ഇസ്ലാമിക രാജ്യങ്ങളും ബാഗ്ദാദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അതറിയാവുന്നതുകൊണ്ടാണ് എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകളും സൗദി അറേബ്യയെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഭീകര സംഘടനകളല്ലാത്ത ഈ ഇറാൻ പോലെയൊക്കെയുള്ള രാജ്യങ്ങളും അവരും സൗദി അറേബ്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കാരണം ഇതാണ്, മക്കയുടെയും മദീനയുടെയും നിയന്ത്രണം കിട്ടണം. ഈ സൗദി ഭരണാധികാരികൾക്കും ഇതറിയാം. അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ മണ്ണിൽ അമേരിക്കയ്ക്ക് അവർ ചെല്ലും ചെലവും കൊടുത്ത് സൈനിക താവളം ഒരുക്കി നിർത്തിയിരിക്കുന്നത്. മനസ്സിലായ? ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ അഫ്ഗാനിലെ ഓരോ പ്രദേശങ്ങളും താലിബാൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം അവർ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. താലിബാന്റെ അധീനതയിലുള്ള പ്രദേശത്തെ സ്ത്രീകൾ വീട് വിട്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും അതുപോലെ പുരുഷന്മാരെല്ലാവരും താടി നീട്ടി വളർത്തി യാഥാസ്ഥിതിക മുസ്ലിങ്ങളായി മാറണമെന്നുമാണ് പ്രധാന നിർദ്ദേശം. അഫ്ഗാനിസ്ഥാനിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ തഖാറിലാണ് താലിബാൻ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അവിടെ മാത്രമല്ല, അത് കഴിഞ്ഞ് ഓരോരോ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് വരുമ്പോൾ അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞത് ഗസ്നിയും വീണു എന്നുള്ളതാണ്. ഗസ്നി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മുഹമ്മദ് ഗസ്നി എന്നൊക്കെ പറഞ്ഞ ആൾ. കാബൂളിൽ നിന്ന് കേവലം 150 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ്. അതായത് തലസ്ഥാനത്തേക്ക് അവരെത്തി. ഓഗസ്റ്റ് 31 പൂർണ്ണമായിട്ടും അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടും എന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓഗസ്റ്റ് 31 കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും മിക്കതും അധികാരത്തിൽ താലിബാൻ എത്തുമെന്നുള്ളതാണ് വാസ്തവം. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വല്ല അത്ഭുതങ്ങളൊക്കെ നടക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെയുള്ള ഒരു അത്ഭുതവും നടക്കാനുള്ള സാധ്യത കാണുന്നുമില്ല. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഫത്വ ഈ വീട് വിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങരുത്, പിന്നെ പുരുഷന്മാരെല്ലാം താടി വയ്ക്കണം എന്നുള്ളത് മാത്രമല്ല കേട്ടോ. താലിബാൻ ഭടന്മാർക്ക് അവരുടെ ശാരീരിക ആവശ്യം നിറവേറ്റാൻ സ്ത്രീകളെ വേണമല്ലോ. നമ്മളത് ഹദീസുകളിലൊക്കെ കാണുന്നുണ്ട്. മുഹമ്മദൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുസ്ലിങ്ങളെ കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ വീട് വിട്ടിട്ട് മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ശാരീരിക ആവശ്യം നിറവേറ്റാൻ സ്ത്രീകളെ വേണ്ട ഇതൊക്കെ വന്നപ്പോൾ താൽക്കാലിക വിവാഹത്തിനൊക്കെ അനുമതി കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഈ താലിബാൻ പോരാളികൾക്കെന്നൊക്കെ പറയണം. നമ്മൾ ഈ ഭീകരവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ പോരാളികൾ എന്നൊക്കെ തന്നെ പറയണം. അപ്പോൾ താലിബാൻ പോരാളികൾക്ക് അവരുടെ ഈ ശാരീരിക ആവശ്യം നിറവേറ്റാൻ സ്ത്രീകളാണല്ലോ. അപ്പോൾ അത് ഈ താലിബാൻ്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശത്തെ ലോക്കൽ മത നേതാക്കൾക്ക് കത്തെഴുതിയിരിക്കുകയാണ്. താലിബാൻ്റെ കൾച്ചറൽ കമ്മീഷൻ അവർ കത്തെഴുതിയിരിക്കുകയാണ്. 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെയും 45 വയസ്സിന് താഴെയുള്ള വിധവകളുടെയും പേര് വിവരങ്ങൾ നൽകണമെന്നാണ് താലിബാൻ കൾച്ചറൽ കമ്മീഷൻ്റെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. താലിബാൻ സാംസ്കാരിക വിഭാഗത്തിൻ്റെ നോട്ടീസ് അഫ്ഗാനിലെ മനുഷ്യാവകാശ പ്രവർത്തകനും വക്കീലുമായ അഹമ്മദ് ജാവിദ് അഹ്വാർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പല പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെയും 45 വയസ്സിന് കീഴിലുള്ള വിധവകളായ സ്ത്രീകളുടെയും ലിസ്റ്റ് താലിബാൻ കൾച്ചറൽ കമ്മീഷന് ഓരോ സ്ഥലത്തെയും പള്ളിയിലെ ഇമാമുമാരും മൊല്ലമാരുമാണ് നൽകേണ്ടത്. കാരണം ഈ ഇമാമുമാർക്കും മൊല്ലമാർക്കൊക്കെ അറിയാമല്ലോ, അവരുടെ കീഴിലുള്ള ആ പ്രദേശത്ത് ആ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ജമാഅത്തിൽ ബന്ധമുള്ള ഓരോ വീടുകൾ, ആ വീട്ടിനകത്തുള്ള ആ വ്യക്തികൾ ആരൊക്കെ, അതിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾ ഏത്, വിധവകൾ 45 വയസ്സിന് താഴെയുള്ള വിധവകൾ ഏത്, ഇതൊക്കെ അവർക്കറിയാം.
അപ്പോൾ ഇവർ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താലിബാൻ്റെ ആൾക്കാർ വരും. എന്നിട്ട് ഈ 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയും 45 വയസ്സിന് താഴെയുള്ള വിധവകളെയൊക്കെ അവരങ്ങ് കൊണ്ടുപോയിക്കോളും അവരുടെ പോരാളികൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. 2001 അമേരിക്കൻ ആക്രമണത്തിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഭരണമായിരുന്നു. അന്ന് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്താനോ ഒന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അതിനൊപ്പം തന്നെ പുരുഷനോടൊപ്പം അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനും ഇവർക്ക് സാധിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ഈ നിയമങ്ങൾ തെറ്റിക്കുകയായിരുന്നെങ്കിൽ പൊതുജനമധ്യത്തിൽ താലിബാൻ മത പോലീസ് ശിക്ഷ നൽകുമായിരുന്നു. ആ നിയമങ്ങളൊക്കെ തന്നെയാണ് താലിബാൻ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ കൊല്ലം ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിലും മാറ്റമൊന്നുമില്ല. കാരണം എന്താ അറിയാം, മാറ്റമില്ലാത്തതെന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന പ്രമാണം വേറെയാണ്. അതാണ് ഇവരുടെയൊക്കെ സോഴ്സ്. ഇതിൻ്റെയൊക്കെ നിയന്ത്രിക്കുന്ന സാധനം അതാണ്. അത് ആ 7-ാം നൂറ്റാണ്ടിലെ പോലെ തന്നെ 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ടും മാറ്റമൊന്നും വരാൻ പാടില്ല. അങ്ങനെ തന്നെ വേണം. അപ്പോൾ പിന്നെ നൂറ്റാണ്ടുകളുടെ ഇതിലുള്ള സമയത്താണ് ഈ 20 വർഷത്തിൻ്റെ വ്യത്യാസം. 20 കൊല്ലം മുമ്പാണ് അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയത്. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന സമയത്ത് ഇത്ര ചെറിയ കാലം കൊണ്ട് മാറ്റമൊന്നും വരില്ല. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഫിനാൻഷ്യൽ ടൈംസിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം താലിബാൻ ആധിപത്യം നേടിയ പ്രദേശങ്ങളിലെ പെൺകുട്ടികൾ കടുത്ത ഭീതിയിലാണ്. പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കാറില്ലെന്നും വെള്ളിയാഴ്ച ചന്തകളിൽ പോകാറില്ലെന്നും വീട്ടിൽ പോലും സംഗീതം ഒഴിവാക്കിയെന്നും പറയുന്നു. അഫ്ഗാൻ നേതാവ് ഹാജി റോസി ബെയ്ഗിൻ്റെ വാക്കുകൾ പ്രകാരം താലിബാൻ്റെ കണ്ണിൽ 18 കഴിയും മുമ്പ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് പാപമാണെന്നാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻ താലിബാൻ ഭരണകാലത്തെക്കുറിച്ച് കേരള കൗമുദിയുടെ ഓൺലൈൻ പതിപ്പിൽ വന്ന വാർത്ത ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. താലിബാന്റെ മൊത്തത്തിലുള്ള പ്രത്യയശാസ്ത്രം ശരിയ ഇസ്ലാമിക നിയമത്തിൻ്റെ നൂതന രൂപത്തെയും പഷ്തൻവാലി എന്നറിയപ്പെടുന്ന പഷ്തൂൺ സാമൂഹിക സാംസ്കാരിക മാനദണ്ഡങ്ങളുമായി സംയോജിപ്പിച്ച് തീവ്രവാദ ഇസ്ലാമികതയെയും സംയോജിപ്പിച്ചതായിരുന്നു. അതിന് കാരണം മിക്ക താലിബാൻ അനുകൂലികളും പഷ്തൂൺ ഗോത്രവർഗക്കാരായിരുന്നു എന്നതാണ്. ഇസ്ലാമിക ശിക്ഷാരീതികളിൽ അറബ് രാജ്യങ്ങളിലേതുപോലെ പരസ്യമായ വധശിക്ഷ, അവയവ വിച്ഛേദം തുടങ്ങിയവ നിർബാധം നടപ്പിലാക്കി. പുരുഷന്മാരെക്കാളും സ്ത്രീകളായിരുന്നു താലിബാന്റെ പ്രത്യയശാസ്ത്രത്തിൽ കൂടുതലും അകപ്പെട്ടത്. ടെലിവിഷൻ, സംഗീതം, സിനിമ എന്നിവ നിരോധിക്കപ്പെട്ടു. സ്ത്രീകൾ ശരീരം മുഴുവൻ മൂടുന്ന ബുർഖ ധരിക്കേണ്ടി വന്നു. സ്ത്രീയുടെ മുഖം അവരുമായി ബന്ധമില്ലാത്ത പുരുഷന്മാർ കാണുന്നത് നിഷിദ്ധമായിരുന്നു. അവൾക്ക് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനാവില്ല. ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. അപരിചിതരെ നോക്കുന്ന സ്ത്രീകളെ കുറ്റക്കാരായി കണ്ടു. അകമ്പടിയായി പുരുഷ ബന്ധുക്കളില്ലാതെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ അനുവാദമില്ലാതിരുന്ന താലിബാൻ കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നത് പോലും വിലക്കിയിരുന്നു. ഒരു സ്ത്രീ കാറിൽ സഞ്ചരിക്കുമ്പോൾ മുൻവശമല്ലാതെ എല്ലാ വിൻഡോകളും കറുത്ത ചായം പൂശിയിരിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവർമാർ ഒരു പുരുഷന്റെ അകമ്പടിയോടെയുള്ള സ്ത്രീകളെയെ സവാരിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഈ നിയമം പാലിക്കാത്തതിൽ പിടിക്കപ്പെട്ടാൽ ടാക്സി ഡ്രൈവർ, സ്ത്രീ, അവരുടെ ഭർത്താവ് എന്നിവർക്ക് ശിക്ഷ ഉറപ്പായിരുന്നു. സ്ത്രീകൾക്ക് വൈദ്യസഹായം നൽകുന്ന വിഷയത്തിൽ മാത്രമാണ് താലിബാന് തിരുത്തൽ വരുത്തേണ്ടി വന്നത്. പുരുഷ ഡോക്ടർമാർ സ്ത്രീകളെ പരിശോധിക്കുന്നത് വിലക്കിയ താലിബാന് വിദ്യാഭ്യാസമില്ലാതെ എങ്ങനെ സ്ത്രീകൾ ഡോക്ടറാവും എന്ന് ചിന്തിക്കാനായില്ല. പിന്നാലെ ഈ നിയമം മാറ്റി. 1998 ശേഷം ഒരു പുരുഷ ബന്ധുവിനൊപ്പം സ്ത്രീകളെ പുരുഷ ഡോക്ടർമാരെ കാണാൻ അനുവദിച്ചു. ശരിയായ ഇസ്ലാമിക വഴി നടപ്പാക്കുന്നതിനും തിന്മകൾ തടയുന്നതിനുമുള്ള വകുപ്പ് പോലും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി അക്കാലത്ത് ഉണ്ടായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിന് ശേഷം താലിബാൻ ശക്തി ക്ഷയിച്ചപ്പോൾ അഫ്ഗാൻ സ്ത്രീകൾ വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകർന്നു. 2001 ശേഷം ധാരാളം വിദേശ സഹായങ്ങളും പിന്തുണയും നൽകി സ്ത്രീകളുടെ അവകാശങ്ങളും ജീവിതവും പ്രോത്സാഹിപ്പിക്കുകയും അഫ്ഗാൻ സമൂഹത്തിൽ അവരുടെ ചിന്തകളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ സ്ത്രീ പ്രവേശനം 2001 0 നിന്ന് 2010 3 ദശലക്ഷമായി ഉയർന്നു. 2019 കണക്കനുസരിച്ച് ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ വോട്ട് ചെയ്തു. പാർലമെന്റിന്റെ 352 അംഗങ്ങളിൽ 89 സ്ത്രീകളാണ് എന്നതും നിസ്സാരമായി കാണരുത്. സ്ത്രീകളിൽ 13 മന്ത്രിമാർ, ഉപമന്ത്രിമാർ, 4 പേർ അംബാസഡർമാരുമായി. സ്കൂളുകളിലും സർവകലാശാലകളിലും 2000-ലധികം യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഉൾപ്പെടെ 80,000 വനിതാ ഇൻസ്ട്രക്ടർമാർ ജോലി ചെയ്യുന്നു. 6000-ലധികം സ്ത്രീകൾ ജഡ്ജിമാർ, പ്രോസിക്യൂട്ടർമാർ, പ്രതിഭാഗം അഭിഭാഷകർ, പോലീസ്, സൈനിക ഉദ്യോഗസ്ഥർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ന് രാജ്യത്തെ ആരോഗ്യ വിദഗ്ധരിൽ 8500-ലധികം സ്ത്രീകളാണ്.
വനിതാ പത്രപ്രവർത്തകരുടെ എണ്ണം 1000-ലധികം വരും. സാക്ഷരതാ നിരക്ക് 2013 നിന്ന് 2018 30% ഉയർന്നു. അപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഫ്ഗാൻ സ്ത്രീകൾ ബുദ്ധിയില്ലാത്തവരോ പ്രാപ്തിയില്ലാത്തവരോ കാര്യശേഷിയില്ലാത്തവരോ അല്ല എന്നുള്ളതാണ്. പരിഷ്കൃത ലോകത്തുള്ള ഏതൊരു സ്ത്രീകളെയും പോലെ തന്നെയാണ് അവരും ഉള്ളത്. ഇവരുടെ എല്ലാം ജീവിതം ഇനി നരകതുല്യമാകുകയാണ്. മനസ്സിലായ? ഇപ്പം നമ്മൾ കുറേ ലിസ്റ്റ് ഇങ്ങനെ വായിച്ച് കേട്ടല്ലോ. സ്ത്രീകൾ ഇന്ന ജോലികൾ ഇന്ന ഇടങ്ങളിൽ ചെയ്യുന്നു, ഡോക്ടർമാർ, അധ്യാപകർ, അങ്ങനെ പല പല കാറ്റഗറി, പത്രപ്രവർത്തകർ, അഡ്വക്കേറ്റ്സ്, അങ്ങനെയൊക്കെ ഉള്ളത്. അതെല്ലാം റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഈ സ്ത്രീകളെല്ലാം ഇനി വീട്ടിനകത്ത് ചാക്കിനകത്ത് പൊതിഞ്ഞ് വീട്ടിനകത്ത് കൊല പഴിപ്പിച്ച പോലെ വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം എന്ന ഐഡിയോളജിയാണ് കാരണം, ഇസ്ലാം എന്ന മതമാണ് കാരണം. ആ മതം മനുഷ്യനെ 7-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതാണ്. പരിഷ്കൃത ലോകത്ത് ആധുനിക സമൂഹത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അത് കൊറോണ വൈറസിനേക്കാൾ അപകടകാരിയാണ്. അതിനെ ഉന്മൂലനം ചെയ്തേ മതിയാവുകയുള്ളൂ. എങ്കിലേ നമുക്കൊക്കെ അതിജീവനം സാധ്യമാവും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത പ്രദേശങ്ങളിലൊന്നിൽ ഇറുക്കമുള്ള വസ്ത്രം ധരിച്ച് പുരുഷനോടൊപ്പമല്ലാതെ പുറത്തിറങ്ങി എന്നുള്ള കുറ്റത്തിന് 21 വയസ്സുള്ള ഒരു യുവതിയെ താലിബാൻ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പുരുഷൻ്റെ ഒപ്പമല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി. പിന്നെ ധരിച്ചിരുന്നത് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രമാണ്, ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ചു. ഈ കാരണത്തിന് അവരെ വെടിവെച്ചു കൊന്നു. അഫ്ഗാൻ മാധ്യമമായ ഗാന്ധാരയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീവ്രവാദ സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള സമർഖണ്ഡിയൻ ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. 21 വയസ്സുള്ള നസാനിൻ എന്ന പെൺകുട്ടിയെയാണ് ഓഗസ്റ്റ് 4-ന് വീട്ടിൽ നിന്നിറങ്ങി മസാർ ഇ ഷെരീഫിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ താലിബാൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വക്താവ് ആദിൽ ഷാ ആദിൽ റേഡിയോ ആസാദിയോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ഐഡിയോളജിയെ നീ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ മതേതരത്വം 4 നേരം പുഴുങ്ങി തിന്നുന്നവന്മാർ എന്നോട് ചോദിക്കുന്നത്. ഈ ഐഡിയോളജിയെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്നും ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നടക്കുന്നവർ ഇസ്ലാം മതത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും മിണ്ടാതിരുന്നേനെ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീം മൊത്തം മിണ്ടായിരുന്നേനെ. ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇസ്ലാമിനെക്കുറിച്ചുള്ള സത്യം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരായൊരു കാര്യം കൂടിയാണ്. കാരണം സത്യം മറച്ചു വയ്ക്കരുത് എന്ന് ഞങ്ങളുടെ പ്രമാണത്തിൽ കൽപ്പനയുണ്ട്, ബൈബിളിൽ കൽപ്പനയുണ്ട്. ഒരാൾ കേട്ടതോ കണ്ടതോ ആയ സത്യം, അറിഞ്ഞ സത്യം മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന്. ഞങ്ങളിതൊക്കെ പറയുമ്പോൾ വേറെ ചിലർ വന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താണ് ഈ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ഒന്നും പറയാത്തത്? അവരെ പേടിച്ചിട്ടല്ലേ എന്ന്. ഇവരുടെ ചോദ്യം കേട്ടാൽ തോന്നും അവന്മാർ സംഘപരിവാറിനെതിരെ ദിവസം 3 നേരം വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന്. സംഘപരിവാറിനെതിരെ വീഡിയോ ഇറക്കാത്തത് പേടിച്ചിട്ടല്ലേ എന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങളോട് ചോദിക്കുന്നത് ബഹു കോമഡിയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായി വിമർശിക്കാൻ പറ്റുന്നത് സംഘപരിവാറിനെയാണ്. ഉത്തരേന്ത്യയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ കാര്യമാണ്. ഇവിടെ സംഘപരിവാറിനെ വിമർശിക്കുകയാണെങ്കിൽ ഇടതൻ്റെ സപ്പോർട്ട് കിട്ടും, വലതൻ്റെ സപ്പോർട്ട് കിട്ടും സംഘപരിവാറിനെ വിമർശിക്കുന്നവർക്ക്. പിന്നെ SDPI അടക്കമുള്ള സകല മുസ്ലിങ്ങളുടെ പിന്തുണയും കിട്ടും, നിരീശ്വരവാദികളുടെ പിന്തുണ കിട്ടും, ക്രിസ്ത്യാനികൾ ഒരു 95% പിന്തുണ കിട്ടും, ഹിന്ദുക്കളിൽ ഒരു 80% പിന്തുണ കിട്ടും. ഇതൊക്കെ സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ ഇവിടെ കിട്ടും. എന്നാൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രിവിലേജ് ഒരിടത്തുനിന്നും കിട്ടില്ല. ഇടതനും വലതനും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നമ്മളെ ശക്തമായി ഇവർ എതിർക്കും. മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നെ മൊത്തത്തിൽ 100% നമുക്കെതിരായിരിക്കും. നിരീശ്വരവാദികളിൽ സ്വത്വബോധമുള്ള എക്സ് മുസ്ലിംസ് നമുക്കെതിരായിട്ട് വരും. പിന്നെ ഈ മതേതരത്വത്തിൻ്റെ അസ്കിതയുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും ബഹുഭൂരിപക്ഷവും നമ്മളെ എതിർക്കും. എന്നിട്ട് വർഗീയവാദി എന്നുള്ള ചാപ്പ നമ്മുടെ നെഞ്ചിൽ കുത്തിത്തരികയും ചെയ്യും. മനസ്സിലായോ? ഇവിടെ കേരളത്തിലൊരാൾ ഇസ്ലാമിനെ എതിർക്കുകയാണെങ്കിൽ. എന്നാൽ സംഘപരിവാർ എതിർത്താൽ ഈ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിന് വലിയൊരു കോമഡിയും കൂടിയുണ്ട്. സംഘപരിവാറിനെ എതിർക്കാൻ കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. സിനിമാക്കാരും എഴുത്തുകാരും നാടകപ്രവർത്തകരും രാഷ്ട്രീയക്കാരും മറ്റ് സാംസ്കാരിക നായകരും ഒക്കെ, കായിക രംഗങ്ങളിലുള്ള ആളുകളൊക്കെ ഈ സംഘപരിവാറിനെ എതിർക്കും. അവരിൽ ഒരാളുടെയും വീഡിയോയ്ക്ക് കീഴിൽ ചെന്ന് ഇവന്മാരാരും ചോദിക്കില്ല, നിങ്ങൾ എന്താണ് ഇസ്ലാമിക ഭീകരതയെ എതിർക്കാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംഘപരിവാർ ഭീകരതയെ മാത്രം എതിർക്കുന്നതെന്ന്. അത് ചോദിക്കാനുള്ള നട്ടല് ഇവന്മാർക്കില്ല.
കാരണം ചോദിച്ചു കഴിഞ്ഞാലേ കയ്യും കാലും ശരീരത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി ഇവരുടെ ഉള്ളിലുണ്ട്, ഇവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരത് ചോദിക്കാത്തത്. വസ്തുതകൾ നിരത്തി ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ കേരളത്തിൽ ഒരു കയ്യിലെ വിരലുകൾ കൊണ്ട് എണ്ണാവുന്ന അത്രയേ ഉള്ളൂ, അത്ര ആൾക്കാരേ ഉള്ളൂ. എന്നാലും അവരുടെയൊക്കെ വീഡിയോകൾക്ക് കീഴിൽ വന്ന് ഇവന്മാർ ചോദിക്കും, നിങ്ങളെന്താ സംഘപരിവാർ ഭീകരതയെ എതിർക്കാത്തത്, പേടിച്ചിട്ടാണോ എന്ന്. അർഹിക്കുന്ന അവജ്ഞയോടെ അത്തരം ചോദ്യങ്ങളെ അവഗണിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അത് അവഗണന മാത്രമാണത് അർഹിക്കുന്നത്. കേരളത്തിനകത്ത്, കേരളത്തിലെ പശ്ചാത്തലത്തിൽ സംഘപരിവാറിനെ എതിർക്കാൻ ഒരു പേടിയും വിചാരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും പിന്തുണയും കിട്ടും. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടല്ല അവരെ എതിർക്കാത്തതെന്നുള്ള ആ ചോദ്യം വേണ്ട. ഞങ്ങൾ ഈ ചാനലിനകത്ത് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായോ? ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ട് ഇനി സംഘപരിവാറിനെ എങ്ങനെ പറയാതിരിക്കുന്നു, സംഘപരിവാറിനെ 2 പറയാം, അങ്ങനെ ബാലൻസ് ആക്കി കൊണ്ടുപോകാം, ആ ചിന്ത ഞങ്ങൾക്കില്ല. സംഘപരിവാറിനെ ഞങ്ങൾ എതിർക്കുന്നൊക്കെ ഉണ്ട്, ആവശ്യത്തിന് ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അതൊക്കെ വേറെ ചാനലിലൊക്കെ കിടക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. സാക്ഷിയുടെ ചാനലിലൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്ത് ഞങ്ങൾ തീരുമാനിച്ചു ഇതിനകത്ത് ബാലൻസിങ് വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. താലിബാൻ അധികാരം കിട്ടിയ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതം കട്ടപ്പുകയാണ്, നരകതുല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചില വാർത്തകൾ മാത്രമേ പുറലോകം അറിയുന്നുള്ളൂ. അധികാരം കിട്ടിയ ഇടങ്ങളിൽ താലിബാൻ നടത്തുന്ന ക്രൂരതകൾ പതിവ് പോലെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊന്നും വന്നിരുന്നില്ല. പിന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവൻ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അവരത്തരം വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയത്. ലോകപ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റും പുലിസ്റ്റർ സമ്മാന ജേതാവുമായ ഡാനിഷ് സിദ്ദിഖിയെ താലിബാൻ അബദ്ധത്തിൽ വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ആദ്യം വാർത്ത വന്നത്. റോയിട്ടറിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അപ്പോൾ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നുള്ളൂ. എന്നാൽ അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ എക്സാമിനറിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മകമായ റിപ്പോർട്ട് പ്രകാരം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആ വകുപ്പിൽ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഡാനിഷ് സിദ്ദിഖി അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതല്ല, മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്ന സത്യം ലോകം അറിഞ്ഞത് പിന്നീടാണ്. മരണത്തിന് മുമ്പ് മണിക്കൂറുകളോളം താലിബാനോട് പോരാടിയിരുന്ന ഒരു പോലീസുകാരനെ രക്ഷിക്കാൻ അഫ്ഗാൻ പ്രത്യേക സേന നടത്തിയ ദൗത്യത്തെക്കുറിച്ച് സിദ്ദിഖി അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് താലിബാനികൾക്ക് ഡാനിഷ് സിദ്ദിഖിയോട് വിരോധം വരാനുള്ള കാരണം. ഡാനിഷ് സിദ്ദിഖിയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ താലിബാനികൾ ആക്രമിച്ചപ്പോൾ മുറിവേറ്റ സിദ്ദിഖിയെ നാട്ടുകാരടുത്തുള്ള മോസ്കിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു. വിദേശിയായ ഒരാൾ പള്ളിയിൽ അഭയം തേടിയിട്ടുണ്ടെന്ന വാർത്ത അവിടെ പരക്കുകയും താലിബാനികളുടെ അന്വേഷണത്തിൽ അത് ഡാനിഷ് സിദ്ദിഖിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മോസ്ക് ആക്രമിച്ച് ഡാനിഷ് സിദ്ദിഖിയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതായത് ജീവനോടെ, അബദ്ധത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയല്ല, ജീവനോടെ തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഈ ഡാനിഷ് സിദ്ദിഖിയെ ജീവനോടെ പിടികൂടിയ താലിബാനികൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ പരിശോധിച്ച് അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു. വെറുതെ കൊല്ലുകയായിരുന്നില്ല, അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത്. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് മൃഗീയമായ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ജീവനോടെ ഇരുന്ന സമയത്ത് മാത്രമല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് നേരെയും താലിബാനികൾ പീഡനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ താലിബാൻ മ്യൂട്ടിലേറ്റ് ചെയ്തു, അംഗഭംഗം വരുത്തി, അംഗവിച്ഛേദം വരുത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അവർ വികൃതമാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിന് മുകളിലൂടെ താലിബാനികൾ ഒരു SUV ഓടിച്ചു കയറ്റി, തലയും നെഞ്ചും താലിബാൻ SUV കയറ്റി തകർത്ത് കളഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഡാനിഷ് സിദ്ദിഖിയുടെ തലയിലും നെഞ്ചിലും ടയറിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തുകൂടെ ടയർ കയറ്റി വാഹനം കയറ്റിയിട്ട് ആ വാഹനത്തിൻ്റെ ടയറിൻ്റെ പാട്. ഇത് മരിച്ചതിന് ശേഷമാണ് മൃതദേഹത്തിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ശത്രുക്കളെന്ന് തോന്നുന്നവരെ അത്യന്തം പീഡിപ്പിച്ചു കൊല്ലുന്നതും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളെ അവഹേളിക്കുന്നതും ഹദീസുകളിലുള്ള കാര്യമാണ്. മുഹമ്മദ് തന്നെയാണ് ഇക്കാര്യത്തിലും താലിബാനികൾക്ക് മാതൃക. ഞാൻ ചില ഹദീസുകൾ വായിക്കാം. അനസ് നിവേദനം, ഉക്കിൽ ഗോത്രക്കാരായ 8 പേർ നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മദീനയിലെ താമസം കാരണം അവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവർ നബിയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അവരോട് ഒട്ടകങ്ങളുടെ ഇടയന്മാരുടെ കൂടെ പോകാനും അവയുടെ പാലും രോഗം മാറാൻ മൂത്രവും കുടിക്കാൻ സാധിക്കുമോ എന്നും ആരാഞ്ഞു. അവർ അതിന് സമ്മതിക്കുകയും ഇടയന്മാരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിച്ച് അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് അവർ ഇടയന്മാരെ വധിക്കുകയും ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ വിവരം നബിക്ക് ലഭിച്ചപ്പോൾ അവരുടെ പിന്നാലെ ആളുകളെ അയച്ച് അവരെ പിടികൂടി. നബിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ
അവരുടെ കൈകാലുകൾ ഛേദിക്കാനും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനും മരിക്കുന്നതുവരെ വെയിലത്തിടാനും നബി കൽപ്പിച്ചു. അവർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 28 ഹദീസ് നമ്പർ 11. ഇനി അടുത്ത ഹദീസ്. അനസ് പറയുന്നു, ഉക്കൻ അല്ലെങ്കിൽ ഉറൈന ഗോത്രക്കാരായ ചില ആളുകൾ മദീനയിലേക്ക് വന്നു. അവിടുത്തെ കാലാവസ്ഥ അവർക്ക് പിടിച്ചില്ല. അവർ രോഗബാധിതരായി. അന്നേരം പാലുള്ള ഒട്ടകങ്ങളുടെ അടുത്ത് പോകുവാനും അവയുടെ പാലും മൂത്രവും കഴിക്കാനും തിരുമേനി ഉപദേശിച്ചു. അവർ പോയി. അവരുടെ ആരോഗ്യം വീണ്ടു കിട്ടിയപ്പോൾ തിരുമേനിയുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവനെ അവർ കൊന്നുകളഞ്ഞു. മാത്രമല്ല ഒട്ടകങ്ങളെയും കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് തന്നെ തിരുമേനിക്ക് വിവരം കിട്ടി. തിരുമേനി അവരെ പിടിക്കാൻ ആളെ അയച്ചു. സൂര്യൻ കുറെ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവന്നു. ഉടനെ അവരുടെ കയ്യും കാലും മുറിക്കാനും അവരുടെ കണ്ണ് പൊട്ടിക്കാനും അവരെ ചുട്ടുപഴുത്ത കല്ലിൽ കിടത്താനും കൽപ്പിച്ചു. അവർ വെള്ളത്തിന് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് വെള്ളം നൽകിയില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 4 ഹദീസ് നമ്പർ 167. കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത കല്ലിൽ കിടത്തി ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊന്ന ഈ ക്രൂരൻ മുഹമ്മദിനെയാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. ഇനി മൃതദേഹങ്ങളെ അപമാനിക്കാൻ മുഹമ്മദ് അനുയായികളെ പഠിപ്പിച്ച ഹദീസുകൾ നോക്കാം. അബൂ തൽഹ പറയുന്നു, ബദർ യുദ്ധ ദിവസം 24 ഖുറൈശി നേതാക്കളുടെ ശവങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലിടുവാൻ തിരുമേനി കൽപ്പിച്ചു. ഒരു ജനതയെ യുദ്ധത്തിൽ കീഴടക്കി കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുക തിരുമേനിയുടെ പതിവായിരുന്നു. അതനുസരിച്ച് ബദറിൽ താമസിച്ച 3-ാം ദിവസം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിൽ വച്ചു കെട്ടാൻ തിരുമേനി ഉപദേശിച്ചു. അത് കെട്ടി. അനന്തരം തിരുമേനി നടക്കാൻ തുടങ്ങി. അനുചരന്മാർ അനുഗമിച്ചു. തിരുമേനി വാഹനത്തിലേറാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുമെന്ന് അനുചരന്മാർക്ക് തോന്നി. ഖുറൈശി നേതാക്കളെ അടക്കം ചെയ്തിരുന്ന കിണറ്റിൻ കരയിലെത്തിയപ്പോൾ ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട്, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ നന്നായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതേപ്രകാരം നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീതും സത്യമായി അനുഭവപ്പെട്ട് കഴിഞ്ഞോ? ഉമർ ചോദിച്ചു, ദൈവദൂതരെ, നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് സംസാരിച്ചിട്ട് എന്ത് ഫലം? തിരുമേനി അരുളി, മുഹമ്മദിന്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ കൊണ്ട് സത്യം, എൻ്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1559. ഇനി അടുത്ത ഹദീസ്. അനസ് ഇബ്നു മാലിക് നിവേദനം, നബി ബദറിൽ കൊല്ലപ്പെട്ടവരെ 3 ദിവസം ഉപേക്ഷിച്ചു. പിന്നീട് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂ ജഹൽ ബിൻ ഹിഷാം, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉദ്ബത്ത് ബിൻ റബിയ, അല്ലയോ ഷൈബത്ത് ബിൻ റബിയ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സത്യമായി കണ്ടില്ലേ? എനിക്ക് എൻ്റെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സത്യമായി കണ്ടു. അപ്പോൾ ഉമർ പ്രവാചകന്റെ വാക്ക് കേട്ടു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് അവർ ഉത്തരം നൽകുക? അവർ ശവങ്ങളായി തീർന്നിട്ടുണ്ടല്ലോ. നബി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഞാൻ പറയുന്നത് അവരെക്കാൾ കേൾക്കുന്നവരല്ല, പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവരെ വലിച്ച് ബദറിലെ പൊട്ടക്കിണറ്റിലിടാൻ കൽപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. മുഹമ്മദ് ഇവിടെ അനുയായികളെ പഠിപ്പിക്കുന്നത് കേട്ടോ. കൊല്ലപ്പെട്ട ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷെ ഉത്തരം പറയാൻ പറ്റില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് മരിച്ചവർക്ക് ബോധമൊക്കെ ഉണ്ട്, പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ബോധമുണ്ട്, നമ്മൾ തൊട്ടാൽ അവരറിയും, നമ്മൾ സംസാരിച്ചാൽ അവർ കേൾക്കും, ഒക്കെ ഉണ്ട്, പക്ഷേ തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഈ പഠിപ്പിക്കൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ജിഹാദികൾ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങളെപ്പോലും വെട്ടിമുറിച്ച് വികൃതമാക്കുന്നത്. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷവും അവനെ വേദനിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ അവനെ നമ്മൾ സ്പർശിച്ചാൽ അറിയും, നമ്മൾ സംസാരിച്ചാൽ കേൾക്കും. അപ്പോൾ അവനെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അതായത് അവനല്ല, അവൻ്റെ ഡെഡ് ബോഡിയെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അത് വെട്ടിമുറിച്ച് വികൃതമാക്കി അങ്ങനെ പരമാവധി ജീവനോടെ ഇരുന്ന സമയത്ത് അവനെ ഉപദ്രവിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് കൊന്നത്. ഇനി ചത്ത് കഴിഞ്ഞതിന് ശേഷവും ഇത് തന്നെ ചെയ്യുന്നത്. കാരണം മുഹമ്മദിൻ്റെ ഈ പഠിപ്പിക്കലാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഹദീസുകളാണ്. ഇസ്ലാം മത വിശ്വാസിയായിരുന്ന ഡാനിഷ് സിദ്ദിഖി അതേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ മുഹമ്മദ് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യന്തം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മരിച്ചതിന് ശേഷം തൻ്റെ ശവശരീരത്തിന് പോലും
മുഹമ്മദിൻ്റെ പഠിപ്പിക്കൽ പ്രകാരം അവഹേളനം അനുഭവിക്കേണ്ടി വന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഇങ്ങനെയുള്ള ഒന്നാണ്. അതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. അതുകൊണ്ടാണ് ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെയും അതിൽ വിശ്വസിക്കാത്തവരുടെയും അതിന് എതിര് നിൽക്കുന്നവരുടെയും ജീവിതം ഒരുപോലെ അത് നരകതുല്യമാക്കി തീർക്കുന്നത്. ഡാനിഷ് സിദ്ദിഖിക്ക് ശേഷം അഫ്ഗാനിൽ നമ്മൾ കേട്ടത് അഫ്ഗാനിൽ അറിയപ്പെടുന്ന ഹാസ്യ നടനായ ഗാസ സ്വാൻ എന്ന നാസർ മുഹമ്മദിൻ്റെ കൊലപാതകമാണ്. അജ്ഞാതരായ ആളുകൾ വീട്ടിൽ നിന്ന് ഗാസ സ്വാനെ വിളിച്ചിറക്കി കൊണ്ടുപോയിരുന്നു. ഇദ്ദേഹത്തെ കാറിൻ്റെ ഉള്ളിൽ വെച്ച് മുഖത്തടിക്കുന്നതിൻ്റെയും തൂക്കിലേറ്റാൻ പറയുന്നതിൻ്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ്. നിങ്ങളത് കണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങളത് കാണിക്കാം. Хаша чире чингре. А хаша. Чире у него є. Ну по курки цакон. Названа. Ну хтор ну фалаху ну тор дернаган али бретуне поконе ки прато горзет. Чапса? Дауса. Чочак є ще. Песа. Хабеса. Песа шер башир да вазара да. Ветер, да гаша пренерди да хабес. Рак از مصطفی. واخر انا وقتي راش ما جوړوي دي سره هاي دا مټای کړه ته په کان کې چې کوشاګان دې موټر ګاډ د قرار وازه هغه بچا شپه از ما ته هغه څه خاشا دا خاشا دا سره شوش درځه موټر دروان کته راځي താലിബാനികൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊന്നു എന്ന് ചോദിച്ചാൽ ഹദീസ് തന്നെയാണ് അതിനും കാരണം. സുനാൻ അബൂദാവൂദ് ബുക്ക് 43 ഹദീസ് നമ്പർ 4990 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ ചേർത്ത് സംസാരിക്കുന്നവന് തന്നെയാണ് നാശം, അവൻ്റെ മേൽ തന്നെയാണ് നാശം. സുനാൻ അബൂദാവൂദ് ബുക്ക് 43 ഹദീസ് നമ്പർ 4990. ഒരു ഹാസ്യനട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങളെ ചിരിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും വേണ്ടി സിനിമയുടെ സംഭാഷണ രചയിതാവ് എഴുതി വയ്ക്കുന്ന ഇല്ലാ കഥകൾ പറയുന്നവനാണ്. നമുക്കറിയാലോ, തിരക്കഥയൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, ഭാവനയാണ്. അതെല്ലാം സംഭാഷണവും ഭാവനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതായത് ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഇല്ലാ കഥകൾ പറയുന്ന ആളുകൾ, അതൊക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ നശിക്കണമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഇതേ മുഹമ്മദ് തന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ജിഹാദിൽ ഏർപ്പെടുമ്പോൾ വിജയത്തിന് വേണ്ടി ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കാൻ മുഹമ്മദ് അനുയായികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് മുഹമ്മദ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഹദീസ് വായിക്കാം. ഉമ്മു കുൽസും പറയുന്നു, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള സതുദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല എന്ന് തിരുമേനി അരുളിയിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായ 53 ഹദീസ് നമ്പർ 1147. കേട്ടല്ലോ, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാ വാർത്തകൾ ഓരോരുത്തർക്കും ചമച്ചുണ്ടാക്കാം എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർ അവർക്ക് തോന്നുന്ന വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നതിനല്ലേ നമ്മൾ നുണ പറയുക എന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഒരുത്തൻ സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കി വരുമ്പോൾ നമ്മൾ പറയാൻ നുണയാണ്, പിന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ നുണ പറഞ്ഞെന്ന് പറയും. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി, അവർക്കിടയിൽ ഒരു സന്ധി ഉണ്ടാക്കാൻ വേണ്ടി നുണ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ അതൊരു കുഴപ്പമില്ല എന്നാണ് മുഹമ്മദ് മുസ്ലിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഹദീസ് നോക്കാം. ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിവേദനം. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു കുൽസും ആദ്യമായി ഹിജ്റ ചെയ്ത് നബിയോട് ഉടമ്പടി ചെയ്തവരിൽപ്പെട്ടവരായിരുന്നു. അവർ നബി പറയുന്നത് കേട്ടു, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവൻ കള്ളം പറയുന്നവനല്ല, അവൻ നന്മ പറയുകയും നന്മ വളർത്തുകയും ചെയ്യുന്നു. ഇബ്നു ശിഹാബ് പറയുന്നു, ജനങ്ങൾ പറയുന്ന കളവിൽ 3 കാര്യത്തിലല്ലാതെ ഇളവ് അനുവദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. യുദ്ധം, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, ഒരാൾ തൻ്റെ ഭാര്യയോടോ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടോ പറയുന്നത്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 101. ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയാകുന്നതുവരെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് നടത്തേണ്ടുന്ന ജിഹാദിനെ കുറിച്ചാണ്. ജിഹാദിൽ വിജയിക്കാൻ വേണ്ടി നുണ പറയാം, അതിലൊരു തെറ്റുമില്ല. കാരണം ജിഹാദ് ഇസ്ലാമിന് വേണ്ടിയാണല്ലോ. പക്ഷെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി നിർദോഷമായൊരു തമാശ ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ അവനെ നശിപ്പിക്കണം, അവനെ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതാണ് മുഹമ്മദിൻ്റെ പഠിപ്പിക്കൽ. താലിബാനികൾ ഇത് അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ട് ഖാസ സ്വാൻ എന്ന നടന് ജീവൻ നഷ്ടമായി.
അദ്ദേഹത്തിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴുള്ള ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് വേറൊരു കാര്യമാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്ന താലിബാനികൾ ആരും തന്നെ അധികം പ്രായമുള്ളവരല്ല, ഒക്കെ ചെറുപ്പക്കാരാണ്. ഈ മതഭ്രാന്തിലേക്ക് അവർ വന്നു വിടുന്നതിന് മുമ്പുള്ള കാലത്ത്, അവരുടെ ബാല്യകാലത്ത്, ശൈശവപ്രായത്തിൽ ബാല്യകാലത്തൊക്കെ ഇസ്ലാം എന്ന വിഷയം അവരുടെ സിരകളെ കീഴടക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ കാലത്ത് ഈ മനുഷ്യൻ്റെ ഹാസ്യപ്രകടനങ്ങൾ അവരെയൊക്കെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും, അവരുടെ ബാല്യകാലത്തെ അത് എത്രമാത്രം ആഹ്ലാദഭരിതമാക്കി തീർത്തിട്ടുണ്ടായിരിക്കും. അത് നിറമുള്ള ഓർമ്മ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബാല്യകാലത്തെ നിറമുള്ള ഓർമ്മകളാക്കി അതൊക്കെ മാറ്റിയിട്ടുണ്ടാകും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. കുട്ടിക്കാലത്ത് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ കാളകൂട വിഷം സിരകളിലൊന്നും കയറിയിട്ടില്ലാത്ത ആ സമയത്ത്, അതിൻ്റെ ഭ്രാന്ത് പിടിച്ചിട്ടില്ലാത്ത ആ സമയത്ത് അന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഇവർ എത്ര ആർത്തട്ടഹസിച്ച് ചിരിച്ചിട്ടുണ്ടാകും. എൻ്റെ ബാല്യകാലത്ത് പപ്പു, മാള, ജഗതി, കുഞ്ചൻ, മാമുക്കോയ, ഇന്നസെൻ്റ് തുടങ്ങിയ നടന്മാരുടെ പ്രകടനങ്ങൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ പല ക്ലാസിക്കൽ കോമഡികളും ഒക്കെ ഇപ്പോഴും ഞങ്ങൾ കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളതുമാണ്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ആഹ്ലാദഭരിതമാക്കിയത് ഇതുപോലെയൊക്കെയുള്ള പല ഓർമ്മകളുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൊലയാളികളായ, അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇന്നത്തെ താലിബാനികളായിരിക്കുന്ന ആളുകളെ അവരുടെ ബാല്യകാലത്ത് സന്തോഷിപ്പിച്ചിട്ടുണ്ടാകുക എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. ഒരു കാലത്ത് അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾ, ആ പ്രായത്തൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കാണാൻ കിട്ടിയെങ്കിൽ എന്തൊരു ഭാഗ്യം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ പിന്നീട് ഇസ്ലാം എന്ന് പറയുന്ന ആ ഐഡിയോളജി, ആ കാളകൂട വിഷം, അത് അവരുടെ തലച്ചോറിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. അങ്ങനെയുള്ള ചിന്തകളൊക്കെ പോയി. പിന്നെ എന്താണ്, പ്രമാണം അനുസരിച്ച് കൊല്ലപ്പെടേണ്ട ആളാണ്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കഥകൾ, ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുന്നു എന്നുള്ള കാറ്റഗറിയിൽ വരുത്തി തട്ടിക്കളയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആ മതം, ആ ഐഡിയോളജി എങ്ങനെയാണ് മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റുന്നത് എന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് സുബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഐഡിയോളജിയെ ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് ചിലവന്മാർ വന്ന് എന്നോട് ചോദിക്കുന്നത്. അവന്മാരോടൊക്കെ എന്തും മറുപടി പറയാനാണ്? സെലിബ്രിറ്റികളായ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ചിലരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ നമ്മളതറിയുന്നു. എന്നാൽ ഒരു പത്രത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതുകൊണ്ട് നമ്മളറിയാതെ പോകുന്ന വേറെ കുറേ കാര്യങ്ങൾ അഫ്ഗാനിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണകാലത്ത്, താലിബാൻ ഭരണകാലത്തൊക്കെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന്, സ്ത്രീകൾ തനിയെ പുറത്തിറങ്ങരുത് എന്ന നിയമം ഉള്ളതുകൊണ്ട് യുദ്ധത്തിലോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ താലിബാൻ്റെയോ കുഴിബോംബാക്രമണത്തിലോ ഒക്കെ കൊല്ലപ്പെട്ട ആളുകളുടെ വിധവമാരും കുഞ്ഞുമക്കളും അവരൊക്കെ ഈ കഴിഞ്ഞ താലിബാൻ ഭരണകാലത്ത് പലരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങാൻ തുണയ്ക്ക് വയ്ക്കാൻ ഒരു പുരുഷനില്ല. ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി, പുറത്തിറങ്ങാൻ പറ്റില്ല, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അഫ്ഗാനികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിത് അനുഭവിക്കേണ്ടി വന്നത്? 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര ജീവിതമാണ് ഏറ്റവും മഹത്തായ ജീവിതം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ് അതിൻ്റെ പുറകിലുള്ളത്. അവരെയൊക്കെ ഇങ്ങനെ കണ്ണീരോടിപ്പിച്ചതിൻ്റെ പുറകിലുള്ളത്. അവരെ പ്രചോദിപ്പിക്കുന്നതേ നമ്മുടെ നാട്ടിലെ അടക്കം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഖുർആനുകളും ഹദീസുകളുമാണ്. മനസ്സിലായി? അതൊന്നും വിശുദ്ധ ഗ്രന്ഥമെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അശുദ്ധ ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കുന്ന സാധനങ്ങളാണത്. ആ കിതാബ് ഇന്ന് അഫ്ഗാനിലെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ജീവിതമാണ് നരകതുല്യമാക്കിയിരിക്കുന്നതെങ്കിൽ നാളെ അത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ജീവിതം നരകതുല്യമാക്കും. ഒരു സംശയവും വേണ്ട. ആ തിരിച്ചറിവിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നത്. മനസ്സിലായോ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ താലിബാൻ്റെ ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇനിയും പുറത്തു വരുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ ഇനിയും ചെയ്യും. താലിബാനൊന്നും ഇസ്ലാമല്ല, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നും പറഞ്ഞ് തക്കിയ ഇറക്കി ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുന്നവരുടെ മുഖം മൂടി വലിച്ചു കീറാനും താലിബാനികൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണെന്നും മുഹമ്മദും സ്വഹാബിമാരും ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള, മാതൃകയായി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് അത് ഈ പൊതുജനത്തോട് അറിയിച്ച് ദാവാക്കാരുടെ തക്കിയയിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു സേവനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്.
ഇസ്ലാം എന്ന ഐഡിയോളജി, ആ പ്യൂരിറ്റൻ ഇസ്ലാം എന്ന് പറയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് പരിചയമുള്ള വെള്ളം ചേർത്ത ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് ഭൂരിപക്ഷമായി കഴിയുമ്പോൾ അതൊക്കെ പോകും. ഇസ്ലാമിക ജനസംഖ്യ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ വെള്ളം ചേർത്ത് വയ്ക്കില്ല, അതൊക്കെ മാറും. ആ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും. അത് കഴിഞ്ഞ് അവസാനം പിന്നെ വെള്ളം ചേർക്കാത്ത ഒറിജിനൽ ഇസ്ലാം എന്താണെന്ന് അന്ന് നമ്മൾ കാണും. അപ്പോൾ ആ ഐഡിയോളജി അതിൽ അങ്ങനെ ആ വെള്ളം ചേർക്കാത്ത ആ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരും ഭരണത്തിലെത്തിയാൽ അതിവിടെയുള്ള ആ മുസ്ലിങ്ങളുടെ മാത്രമല്ല സാധാരണക്കാരായ മുസ്ലിങ്ങളുടെയും ജീവിതം നരകതുല്യമാക്കി തീർക്കും. ആ കാര്യം ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മതരാജ്യം സ്വപ്നം കണ്ട് നടക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടുമായിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ല സാധനമൊന്നുമല്ല വരാൻ പോകുന്നത്. മനസ്സിലായി? അത്ര നല്ല സാധനമൊന്നുമല്ല കേട്ടോ. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.